സോ നമ്മളിപ്പോൾ ഇന്ന് T2 നമ്മുടെ KG T3 സ്ക്രിംസിക്കാണ് ഞാൻ ലൈവ് ഫസ്റ്റ് വരുന്നത്. നമ്മുടെ ടിപ്പക്സ് പറയുന്നുണ്ട് മാസ്റ്റർ പാണ്ട് ഗെയിംസ് ബ്രോ. ഇത് RDX ഉണ്ടോ എനിക്കറിയില്ല. ഇത് KG T3 സ്ക്രിംസ് ആണ്. സോ അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു സ്ക്രിമാണ് T3 നമ്മുടെ ടിപ്പക്സ് 9 മണിക്കാണ്. 9 മണിക്ക് ഞാൻ എന്തായാലും അപ്പോഴും ഞാൻ ലൈവ് വരുന്നുണ്ട്. സോ നമുക്കപ്പോൾ അതിൽ RDX ഉണ്ട്, ഇതിലുണ്ടോ എനിക്കറിയില്ല. ഇത് നമ്മുടെ അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ ഞാൻ പുതിയ സ്ട്രീമാണ്. സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ പിള്ളേരൊക്കെ 29 ജോയിൻ ചെയ്തിട്ടുണ്ട്. 29 ആരൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. BIA ഏതാരാണ്? ബ്രദേഴ്സിനാം BA രണ്ടുപേരും മാത്രമുള്ള മോനെ HGR നേരത്തെ കയറി സെറ്റായിട്ട് പിള്ളേരവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ HGR പിള്ളേർ എത്ര ഇതേതാണ്? HGR ഹോഗ് റൈഡേഴ്സ് ക്ലാഷ് ഓഫ് ക്ലാനിലെ പിള്ളേരാണെന്ന് തോന്നുന്നുണ്ട്. പിള്ളേർ നൈസായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സോ ഇതേതാണ്? OP ബോയ്സ് ആണ്. നമ്മുടെ എംബ്ര അല്ലേ ഏതോ OP പിള്ളേരാണ് ഫുള്ള്. പിന്നെ നമ്മുടെ എറ്റണത്തെ പിള്ളേർ 3 പേര് വന്നിരിക്കുന്നുണ്ട്. ബാക്കി ആരാണ്? KCXൻ്റെ പിള്ളേരുണ്ട്, എക്സ്ട്രീമിൻ്റെ പിള്ളേരുണ്ട്, DRCയുടെ പിള്ളേരുണ്ട്, ഫ്ലിൻറ്റിൻ്റെ പിള്ളേരുണ്ട്, വോൾസിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ DMRൻ്റെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വരുമെന്ന് വിചാരിക്കാം. സോ വെൽക്കം ടു T2 Qualifiers Under Kga. സോ എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് 8 മണിക്കാണ്. സോ 8 മണിക്ക് നമ്മുടെ റൂം സ്റ്റാർട്ട് ചെയ്യും. സോ ഇന്നെൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഫ്ലിൻഡെക്സിൻ്റെ സ്നേക്കാണ് റൂം ക്രിയേറ്റ് ചെയ്യുന്നത്. ഗാംബ്ലർ വൈറ്റി, താങ്ക് യു ബ്രോ, ബിഗ് സപ്പോർട്ടർ. അപ്പോൾ സപ്പോർട്ടൊക്കെ കാണുന്നുണ്ടോ ഗാംബ്ലർ വൈറ്റി? സോ നോക്കാം. പിള്ളേരൊക്കെ ഇങ്ങനെ കയറി ഓടാ മക്കളെ, വേഗം സമയത്തിന് കയറി. ZRXൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട് സ്ലോട്ട് 4-ൽ. അതുപോലെ തന്നെ നമ്മുടെ ഇതേതാ ടീം, കുറേ ടീമിന് പേരില്ല. ക്ലാൻഡ് മിസ്ഫിറ്റ് ലൂസിഡെക്സ് ആണ്. ലൂസിഡെക്സിൻ്റെ പിള്ളേർ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. താങ്ക് യു ബ്രോ. ഫിനിക്സ് വൈപ്പർ, പാട്രിക് ജോർജ് ബ്രോ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കഥകൾ. സോ എല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. സോ ചുമ്മാ ബോറടിച്ചിരിക്കുകയായിരിക്കും സ്വാഭാവികമായിട്ടും. സോ നമ്മുടെ T2ൻ്റെ പിള്ളേർ 43 പേരാണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ DXൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. DXൻ്റെ ഫുൾ 3 പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ HGR ഒരാളുണ്ടാകുന്നു, ചാടിപ്പോയതാണ് അതിൽ പോയി നിന്നുണ്ട്. ഓക്കെ, എറ്റാണ് ADC വാമ്പയർ. ഓരോരുത്തർ ഇങ്ങനെ വന്നു. ഞാൻ റാംബോ വാമ്പയർ പിള്ളേർക്കത് കയറി വരുന്നുണ്ട്. താങ്ക് യു ബ്രോ, സപ്പോർട്ടാണ്. അപ്പം ചാറ്റ് ബോക്സ് അങ്ങോട്ട് പൊട്ടിച്ചു കിട്ടോ എന്താണെന്ന് വെച്ചാൽ. സോ ഇതിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയുക. സോ ഞാനൊരു ജസ്റ്റ് കണ്ടില്ലേ തുടങ്ങിയിട്ടുള്ളൂ, അധികമായിട്ടില്ല. സോ എല്ലാവരും കാണുക. സോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. നോ ഇഷ്യൂസ്. അതൊക്കെ ഇങ്ങനെ കമ്പനിയൊക്കെ കമ്പനി വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാം. സോ DMR ട്രാഡ്രിക്സ് ബോയ് ഇതാരൊക്കെയാണ്? ട്രിക്സ്റ്ററിൻ്റെ പിള്ളേരാണോ? ഏതാ ക്ലാൻ? ടോക്സിക് ആണോ? ഓക്കെ, ടോക്സിക്കിൻ്റെ പിള്ളേരാണ്. ടോക്സിക്കിൻ്റെ പിള്ളേരോട് ഉണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ഗോക്കു ഇവിടെ എല്ലാം പല ടീംസാണ്, പുതിയ ടീമുകളാണ്. എനിക്ക് അധികാരം ഒന്നും അറിയില്ല, അതിൻ്റെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. സോ ഞാൻ എല്ലാ ടീമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ZRXൻ്റെ പിള്ളേർ ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേതാണ് മിസ്ഫിറ്റ്. എല്ലാവരും അപ്ഡേറ്റ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്ഡേറ്റ്. താങ്ക് യു ബ്രോ, കട്ട സപ്പോർട്ട് പാട്രിക് ബ്രോ. സോ നമുക്ക് നോക്കാം. നമ്മുടെ എന്താണ് HGR പിള്ളേരൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ നോക്കി മറന്നു. ലൂസിഡെക്സിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ ഫ്ലിൻഡെക്സ് ഇവിടെ നേരത്തെ വന്ന് ഒരു ഫുൾ ടീം സെറ്റായിട്ടിരിക്കുകയായിരുന്നു. നേരത്തെ വന്നിട്ട് അതിനകത്ത് വോൾസിൻ്റെ പിള്ളേർ ഇവിടെ ഇങ്ങനെ വന്നും പോയി DRCയുടെ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രീമിൻ്റെ പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ഇതാരാണ്? DQ ദുൽഖർ ഫാൻസ് ആണോ? അല്ല, 1 ക്വൻസ്. ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ആണോ DQ ആണെന്ന് കൺഫ്യൂഷനാണ് എപ്പോഴും. സോ 8 മണിക്കാണ് സ്റ്റാർട്ടിങ് പറഞ്ഞത്. അത് 7:58 ആയതുകൊണ്ട് 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 2 മിനിറ്റുള്ളിൽ ബാക്കി എല്ലാവരും കയറും എന്നൊക്കെ വിചാരിക്കാം. എന്തായാലും റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സ്നേക്ക് എന്തായാലും റൂം സമയത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കി വെച്ചിരിക്കും. കാരണം ഇത് കഴിഞ്ഞ് അപ്പുറം തന്നെ എൻ്റെ വേറെ റൂമുണ്ട്. അതും കൂടി സ്ട്രീം ചെയ്യണം. സോ രണ്ടിൻ്റെ ഇടയിൽ കൂടി മിക്സ് ആവേണ്ടിരുന്നാൽ മതിയായിരുന്നു. സൗണ്ട് കുറവൊന്നുമില്ലയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല. സൗണ്ടൊക്കെ എല്ലാം കൃത്യമായിട്ട് ഓഡിയബിളാണെന്ന് തോന്നുന്നു. സോ എല്ലാവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിള്ളേർക്ക് കയറി വരുന്നുണ്ട്. ടോക്സിക്കിൻ്റെ പിള്ളേർക്ക് കൂടെ ഉണ്ട്. HGRൻ്റെ സ്പ്രെഡൊക്കെ വരുന്നുണ്ട്. സ്പ്രെഡ് OP ആയി മതിയായിരുന്നു. സോ ഇന്നത്തെ ഡിന്നർ ആരടിക്കുന്ന അറിയില്ല. മിറാമറാണ് പുതിയ മാപ്പിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞ് മറ്റേ നമ്മുടെ ഗോൾഡൻ മിഡാഹോ നമ്മുടെ ഗോൾഡൻ കാറിനൊക്കെ വേണ്ടി പൊരിഞ്ഞടി നടക്കുന്ന സമയമൊക്കെയാണ് ഇപ്പോൾ കൂടുതലും. താങ്ക് യു ഫിനിക്സ് വൈപ്പർ ബ്രോ, കട്ട സപ്പോർട്ട് എപ്പോൾ ഉണ്ടോ. സോ ഗോൾഡൻ മിഡാഹൊക്കെ ഓടിച്ചിടന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു തവണ പോയി, എനിക്ക് ഒരു തവണ കിട്ടി. പിന്നെ ആ മാപ്പ് കളിക്കാൻ ഒരു അരമണിക്കൂർ 3 മണിക്കൂർ ഞാൻ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ നിർത്തി വെച്ച സംഭവം. സോ വൈപ്പർ പിള്ളേരൊക്കെ കയറി വരുന്നുണ്ട് ചെറുതായിട്ട്. എല്ലാവരും KCX ഒക്കെ എല്ലാവരും ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നത്. KCXൻ്റെ പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ട്. EDCയുടെ പിള്ളേരോട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് DMRൻ്റെ പിള്ളേർ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇതാണ് എറ്റാണൊക്കെ ഫുൾ സെറ്റാണ്. HGRും ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ടോക്സിക് നാഷനും ഫുള്ളായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ
ഫുൾ സ്ക്വാഡായിട്ട് വന്നിട്ട് ആരും സോളോ ആയിട്ട് വന്നിട്ടില്ല. അത് ആരും സോളോ ഇല്ലയെന്ന് വിചാരിക്കുന്നത്, അത് സോളോ ആരും കാണുന്നില്ല. അത് കുറേ ടീമുകൾ കയറാത്തുണ്ട്. സ്ലോട്ട് 15 കാലിയാണ്, 20 കാലിയാണ്, 21, 24 ഒക്കെ കാലിയാണ്. സോ അതിലൊക്കെ ആൾക്കാർ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സമയം ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ട് റൂം സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഉപകാരമായിരുന്നു. സൗണ്ടൊക്കെ ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, ഞാനിപ്പോൾ സ്ട്രീം ലാബ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡ് 10 സ്ട്രീം ലാബ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അതായത് ഇൻ ഗെയിം ഓഡിയോൻ്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. അത് ചിലപ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് വാർഗോഡ് ഓഫ് ഇഷ്യൂ. ഹൈ സർ, ഹൈ ബ്രോ. കുറേ പുതിയ മുഖങ്ങളിപ്പോൾ കാണാൻ പറ്റും. കാരണം ഞാൻ സ്ഥിരം റൂം ചെയ്യുമ്പോൾ കുറേ പുതിയ സ്ഥിര ആൾക്കാർ. മിറാഡോ തന്നെ സത്യമായിട്ട് മിറാമർ ഞാൻ കളിക്കാറില്ല. ആ വണ്ടി പോലും എനിക്ക് അറിയില്ല പേര്. ഇപ്പോൾ മനസ്സിലായില്ലേ അവസ്ഥ? സോ അതാണ്. അപ്പോൾ നമ്മുടെ ഇത് മിറാമറാണ്. ലെങ്തി മാപ്പാണ്, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. സോ ഇത് എല്ലാവരും ഇത് കയറി വരുന്നുണ്ട്. കയറി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരൊക്കെയാണ് ഫുൾ സ്ക്വാഡ്? എറ്റോണർ 4ാമത്തെ ആൾ വന്നിട്ടില്ല. അതുകൊണ്ട് DQൻ്റെ 4ാമത്തെ ആൾ വന്നിട്ട് ലെഫ്റ്റ് എഫ്. ഈ പുള്ളി സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാനാണെന്ന് തോന്നുന്നു. പുള്ളി ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഫൈറ്റ് മുഖ്യമെങ്കിൽ അതെ ഫൈറ്റാണ്. നമുക്ക് പരമാവധി ഫൈറ്റൊക്കെ കവർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഫൈറ്റൊക്കെ സെറ്റായി എടുത്താൽ മതിയായിരുന്നു എല്ലാവരും. ഫൈറ്റൊക്കെ അതായത് മിറാമറിലാണെങ്കിൽ ഇങ്ങനെ പരന്നെടുക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ പോയിട്ട് ഫൈറ്റൊക്കെ ഇനി എല്ലാവരും പലരും പല സ്ഥലത്തായിരിക്കും. ഒരുമിച്ചിറങ്ങി അത്രയും നല്ലത്. സോ നമുക്ക് നോക്കാം കളിയൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. സോ എല്ലാവരും കയറി വരുന്നുണ്ട്. അത് മിസ്ഫിറ്റ് ബാൻഷി ലൂസിഡക്സിൻ്റെ പിള്ളേർ അവിടെ സെറ്റാണ്. F2F സോഫ് പുള്ളി ഇവിടെ കുറച്ച് നേരം അങ്ങോട്ടും കൊണ്ട് ഓടിക്കളയുന്നത്. F2Fന് ആരൊക്കെയോ മാപ്പ് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളിനെ എന്തായാലും കിക്ക് ചെയ്ത് നമ്മുടെ സ്നേക്ക് അത് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. HGR ഫുൾ സപ്പോർട്ട് പോയി. നമ്മുടെ ഡാസിൽ വന്നിട്ട് ഡാസിൽ ബ്രോ HGR ഫുൾ സ്കോഡ് എടുത്ത് സെറ്റ് ചെയ്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. വേണ്ടി അടി ഉണ്ടാവും, എല്ലാത്തിനും പൊരിഞ്ഞടി ആവുന്നുണ്ട് നമുക്ക് വിചാരിക്കും. സോ നമുക്ക് ടീം ലിസ്റ്റ് നോക്കാം. ടീം ലിസ്റ്റ് നമ്മുടെ സ്വന്തം വൈപ്പർ ജാക്ക് അത് സ്ലോട്ട് 1 വന്നിട്ട് പുള്ളി ചിലപ്പോൾ ഗെയിം സ്റ്റാർട്ടായ നേരത്ത് കയറി വന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കും പുള്ളിയും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് എല്ലാവരും സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് മിസ്സാണെങ്കിൽ തന്നെ ഞാൻ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്താലും കൊടുത്തു വിടാം. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ വിസിറ്റർ. സോ നമുക്ക് നോക്കാം. ടീമുകൾ നമുക്ക് പരിചയപ്പെടാം. സ്ലോട്ട് 1 വൈപ്പറാണ്. വൈപ്പർ ജാക്കാണ്. സ്ലോട്ട് 2 ടോക്സിക്കിൻ്റെ പിള്ളേരാണ്. സ്ലോട്ട് 3 നമ്മുടെ ഏരിയ 51 പിള്ളേരാണ്. അതുപോലെ തന്നെ സ്ലോട്ട് 4 സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേരുണ്ട്. 5 നമ്മുടെ ലൂസിഡെക്സിൻ്റെ പിള്ളേരുണ്ട്. വോൾഫിൻ്റെ പിള്ളേർ 6ാം സ്ലോട്ടുണ്ട്. ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ നേരത്തെ 4 പേരുണ്ടായിരുന്നു. പുള്ളി അറിയാണ്ട് ചാടിപ്പോയിട്ടുണ്ട്. ചാടിപ്പോയ സമയത്ത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 7 നമ്മുടെ ഫ്ലിൻറ്റിൻ്റെ പിള്ളേരാണ്. 8 നമ്മുടെ വൈപ്പറിൻ്റെ പിള്ളേർ. വൈപ്പർ ജാക്കിൻ്റെ സ്ലോട്ടിലാണ്. വൈപ്പർ 8 അതുപോലെ തന്നെ ടീം DRC DRC പിള്ളേരുണ്ട്. F2Fൻ്റെ പിള്ളേർ 10 അതുപോലെ തന്നെ 11 ആരാണുള്ളത്? 11 നമ്മുടെ എക്സ്ട്രീമിൻ്റെ പിള്ളേരുണ്ട്. 12 ഹണ്ടറാണ്. DQൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. ഇൻഫ്ലുവൻസ് ഉണ്ട്. KCS ഉണ്ട്. ADC ഉണ്ട്. ഉണ്ട്. DMR ജോക്കർ HGR നമ്മുടെ ഡേസിൽ ഗെയിമിൻ്റെ പിള്ളേരാണ്. അതേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. HGR പിള്ളേർ. അതുപോലെ ബ്ലേസ് ഉണ്ട്. ടീം ടോക്സിക് നാഷൻ്റെ പിള്ളേരുണ്ട്. സോ നമുക്ക് നോക്കാം എല്ലാവരും ആരൊക്കെ ഡിന്നർ അടിക്കും, ആരൊക്കെ ഹോട്ട് ഡ്രോപ്പിൽ ഇറങ്ങും, ആരൊക്കെ നമ്മൾ പൊരിഞ്ഞടിയൊക്കെ ഉണ്ടാവും. നമുക്ക് പരമായി നോക്കാം. സോ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാം. ഓക്കെ ഗായ്സ്, ആരൊക്കെ ചാടിയിട്ടുണ്ട് തരുന്നുണ്ട്. ചാട്ടൊക്കെ ഇസ്രാറിൻ്റെ പിള്ളേർ ചാടിണ്ട്. ടോക്സിക്കിൻ്റെ പിള്ളേർക്ക് ചാടിണ്ട്. പക്ഷേ എല്ലാവരും ഒറ്റയ്ക്കാണ് ചാടിയിരിക്കുന്നത്. ആരും കൂട്ടമായി ഇതുവരെയും ചാടിയിട്ടില്ല. കൂട്ടമായി ചാടുന്നവരെ നമുക്ക് നോക്കാം. കൂട്ടമായിട്ട് ആരും ചാടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഓക്കെയാണ്. അത് നേരത്തെ ഞാൻ DQ എന്നാണ് പറഞ്ഞത്, പിന്നെ ഇപ്പോൾ മനസ്സിലായി. ഓക്കെ ടീം ബ്രോസ്, ക്ഷമിക്കണം. അതേപോലെ ഇവിടെ ചെറിയ ടീമുകൾ അത് ഒരുമിച്ച് അടിയുണ്ട്. അത് ഞാനിപ്പോൾ ആരാണ് സ്പെക്ട് ചെയ്യുന്നത്? അത് ഗോകു ഏരിയ 50 ഞാനിപ്പോൾ നോക്കുന്നത്. ഗോകു ഏരിയ 51 പുള്ളി പോകുന്നത്. നമുക്ക് നോക്കാം. അവിടെ ഏലിയൻസുമായിട്ട് പൊരിഞ്ഞിട്ടുണ്ടാവും. അത് നമുക്ക് നോക്കാം ഗായ്സ്. കൂടെ നമ്മുടെ ഇൻഫ്ലുവൻസിൻ്റെ പിള്ളേരുണ്ട്. KGXൻ്റെ പിള്ളേരുണ്ട്. പൊരിഞ്ഞിട്ടിരിക്കുന്ന ചാൻസ് ആണ്. നമ്മുടെ എസിൻ്റെ പെട്രോളിൻ്റെ അവിടെ പൊരിഞ്ഞിട്ടിരിക്കുന്ന ചാൻസ് ഉണ്ട്. കാരണം പിള്ളേർക്ക് അത് ഒരുമിച്ചാണ് സ്റ്റാർട്ടിരിക്കുന്നത്. ADCയുടെ പിള്ളേരുണ്ട്. KCXൻ്റെ പിള്ളേരുണ്ട്. ഇവിടെ പൊരിഞ്ഞൊരു അടി നമുക്ക് ഇന്ന് കാണാൻ പറ്റുമായിരിക്കും. ഗ്രൗണ്ടിൽ ആരൊക്കെയുണ്ട്? ഇത് ഗോക്കിൻ്റെ പിള്ളേരുണ്ട്. ഫ്ലിൻഡെക്സിൻ്റെ പിള്ളേരുണ്ട്. ADCയുടെ പിള്ളേരുണ്ട്. നമുക്ക് ഇടികളുള്ള ഫൈറ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് നോക്കാം. ഇതിരെ ടോക്സിൻ്റെ പിള്ളേരുടെ എറ്റേണറെ പിള്ളേരും വൈപ്പറിൻ്റെ പിള്ളേർ ഒരുമിച്ചറിയുണ്ട്. അതുപോലെ തന്നെ KCXൻ്റെ പിള്ളേർ ഒരുമിച്ചറിയുണ്ട്. സോ നമുക്ക് കിൽഫീഡിൽ നിന്ന് താഴത്തെ പേര് ആരായിരിക്കും? കിൽഫീഡിൽ ആദ്യത്തെ പേര് ആരും KCXൻ്റെ പിള്ളേർ എത്തിക്കോ? നമ്മുടെ ഏത് ടീം വരുത്തിക്കോ അവിടേക്ക് നമ്മൾ ഉടൻ തന്നെ മൂവ് ആയിരിക്കും. ADCയുടെ പിള്ളേർ തുടങ്ങിയിരിക്കുന്നത്. ADCയുടെ പിള്ളേർ തുടങ്ങി നൈസായിട്ട് ADC ഇവിടെ തന്നെ ADCയുടെ പിള്ളേർ നൈസായിട്ട് അടിച്ച് വൂൾസിൻ്റെ പിള്ളേർ അടിച്ച് എടുത്തു. പിസ്റ്റൾ വെച്ച് അടിക്കുന്നു പിസ്റ്റൾ വെച്ച് പൊരിഞ്ഞിട്ടിയാണ് ADC നിഞ്ച വേണ്ടിയിരിക്കുന്നത്. നിഞ്ചയൊക്കെ ഇല്ലാതെ കൺഫേം ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ ADCയുടെ OP ഒന്ന് ഫിനിഷ്. OP ആരാണ്? പിള്ളേർ പേര് പറഞ്ഞത്
ഇടിച്ച് മോനെ കില്ലുകളെല്ലാം പരമാവധി എല്ലാവരും കൺഫേം ചെയ്ത് മോനെ അവിടെ വൂൾഫ് പോരിഞ്ഞാട്ടി മോനെ അപ്പുറത്ത് പോരിഞ്ഞാട്ടിയാണ് വൂൾഫിൻ്റെ പിള്ളേർ അങ്ങനെ ഇ ഡി സി പിള്ളേർ നൈസായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇ ഡി സി പക്ഷേ നിഞ്ച വീണു. പക്ഷേ ഡ്രാക്സോപ്പി നൈസായിട്ട് ഒന്ന് റെസ്ക്യൂനൊന്ന് നൈസായിട്ട് രക്ഷപ്പെടുത്തി. പക്ഷേ ഇവിടെ ഏരിയ 50 ഉണ്ട്, ഗോക്കുണ്ട്. ഗോക്ക് ഇവിടെ ഒറ്റയ്ക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയർ മൊളോട്ടോ എടുത്തെറിയുന്നു. മൊളോട്ടോ പക്ഷേ ഗോക്കുവിനെ അവിടെ അടിച്ച് നോക്കാക്കി വന്നു. ഗോക്ക് ഒറ്റയ്ക്ക് വന്ന് ഹീറോ നോക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ പിള്ളേർ നൈസായിട്ട് വൈപ്പർ എവിടെയും ചോദിക്കുന്നത് വൈപ്പർ നോക്കാം. വൈപ്പർ ഇത്തിരി ദൂരെയാണ്. വൈപ്പറിൻ്റെ പിള്ളേർ ഇച്ചിരി മാറിയാണ്. പക്ഷേ ഏരിയ 50 വൈപ്പർ പെക്കാഡോലാണ്. പെക്കാഡോയിൽ അവിടെ എന്തെങ്കിലും മഴ തിരിച്ചൊരു മുളോട്ട് വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ഗോക്കുവെ അവിടെ നൈസായിട്ട് മാറി. പക്ഷേ ഈ ക്ലച്ച് അവിടെ പോയി. ക്ലച്ച് അങ്ങനെ ദൂരെയാണ്. ക്ലച്ച് പോയി ഇച്ചിരി ദൂരെയാണ്. ക്ലച്ച് പോയി ഒന്ന് റബ്ബ് എടുക്കുന്ന അറിയില്ല. അതേ ഇ ഡി സി ഡ്രാക്സ് ഓപ്പ് ചെയ്ത് ഓടിച്ചാടി വരുന്നു. മോന് കില്ല് കൺഫേം ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഏരിയ ഗോക്കുവിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നിയില്ല. പക്ഷേ ഡ്രാക്സ് അത് തിരിച്ചാടിപ്പോയിട്ടുണ്ട്. എന്ത് അപകടം മണത്തുണ്ടായിരിക്കും. പക്ഷേ റബ്ബ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഗോക്കുവിൻ്റെ എ ഡി സി ഡ്രാക്സ് ഓപ്പ് നൈസായിട്ട് ഏരിയ 51 പിള്ളേരെ ഗോക്കുവിനെ തീർത്തുണ്ട്. ഗയർ ഇട്ടുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വൈപ്പർ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ഫുൾ ടൈം സപ്പോർട്ടിൻ്റെ കൂടെ ഉണ്ടാവണം. സോ നമ്മുടെ ക്ലച്ച് ബൈയുടെ ഒറ്റയ്ക്കാണ് പറയുന്നത്. അത് ഗയർ ഇട്ടുകൊണ്ട് കളിക്കാൻ പറ്റുന്നില്ലാണ് പറയുന്നത്. ആരാണ് പറയുന്നത്? ഗോക്കുവാണോ പറയുന്നത് അറിയില്ല. സോ ഇത് നമ്മുടെ പിള്ളേരോട് ഇത് ക്ലച്ച് ബൈയുടെ കിടക്കാണ്. പുള്ളി എന്താണ് ഇത് ബ്രോ ഇത് സാനോക്കൽ ഇങ്ങനെ കിടക്കാൻ. പുള്ളിയോട് സാനോക്കിലാന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു. പുള്ളിയോട് കിടക്കുന്നുണ്ട്. ആ ഒരു എഴഞ്ഞെഴിഞ്ഞത് പോകുന്നതല്ല. ഹെൽമെറ്റ് പോലും ഇല്ല. അതുകൊണ്ടായിരിക്കും പുള്ളി എഴുന്നേറ്റ് തല കണ്ടല്ല അപ്പം തന്നെ അടിച്ചു പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം. പുള്ളി അവിടെ ഇ ഡി സി പിള്ളേരോട് അടിച്ചു പൊട്ടിക്കാൻ സെറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിനി പോകാം. ഇനി പോകേണ്ടത് എവിടേക്കാണ്? നമ്മുടെ കൂട്ടപ്പൊരിച്ച് നടക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് മോൻ്റെ കാരണം DRC പിള്ളേരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി മൂസ്കോണ്ട്. ആരൊക്കെയാണ്? DQ ഓക്യുവിൻ്റെ പിള്ളേർ കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 800 പിള്ളേരുണ്ട്. അങ്ങനെ 4 പേര് കൂടി 3 സ്ക്വാഡുണ്ട്. 3 സ്ക്വാഡും തമ്മിൽ എന്ത് വേണേലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒന്നും നടക്കുന്നില്ല. കാരണം ഇതൊരു വലിയ സ്ഥലമായതുകൊണ്ടിരിക്കും. പുള്ളി അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പുള്ളി ആദ്യമായിട്ട് കളിക്കണമെന്ന് പറയും. എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ ബ്രോ. അതെ പീക്കൻ ഫയറിൻ്റെ താഴെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അതേ വൈപ്പർ. അപ്പോൾ വൈപ്പർ ഏതാ? ഓക്കെ DMR ഇതാണോ? ഇതല്ല മോനെ. ടോക്സിക് നാഷണൽ പ്ലെയർ അടുത്ത് അടി തുടങ്ങിയത് മോനെ. എക്സ്ട്രീമിൻ്റെ പ്ലെയർ അടിക്കുന്നുണ്ട്. ടോക്സിക് നാഷണൽ പ്ലെയർ പണി തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. ടോക്സിക് നാഷണൽ സ്പാർക്ക് ഇവിടെ സ്പാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് എവിടെയാണെന്ന് അറിയില്ല. എക്സ്കളിൽ എവിടെയുണ്ട്? എല്ലാവരും പല സ്ഥലത്താണ് ടോക്സിക് നാഷൻ്റെ. അതുകൊണ്ട് എനിക്ക് എവിടെയാണ് ഫൈറ്റ് നടക്കുന്നത് കണ്ടെത്താൻ പറ്റുന്നില്ല. ആരാണ്? ബ്രോ എവിടെയാണ്? അതെ എക്സ്ട്രീമിൻ്റെ പിള്ളേർ. ഓക്കെ എക്സ്ട്രീമിൻ്റെ താഴെയുണ്ട്. അങ്ങ് ദൂരെയാണ്. പുള്ളി ഇവിടെ നിന്ന് സ്പ്രേ ചെയ്തിട്ടായിരിക്കും. എക്സ്ട്രീം മോനെ K6 അടുത്തടി തുടങ്ങിയിട്ട്. K6 എവിടെയാണ്? K6 പിള്ളേർ. K6 എവിടെയാണ് മോനെ? K6 ചെറിയൊരു ഫയർ പോയി. നമുക്ക് K6 അടുത്ത് പോകാം. കാരണം അതേ സ്കോപ്പ് ചെയ്യുമ്പോഴേക്കും അടിച്ചിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഫ്ലിൻഡെക്സിൻ്റെ ബ്ലേഡ് വീണിട്ടുണ്ട്. ബ്ലേഡോടെ നൈസായിട്ട് കവർ. പക്ഷേ ഡെക്സ്റ്ററോടെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫ്ലിൻഡെക്സും ബ്ലേഡിൻ്റെ എല്ലാവരും കൺഫേം ചെയ്യില്ല. അവിടെ സ്മോക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഓൾറെഡി മൂന്നല്ലേ. അതെ ഫ്ലിൻറ്റിൻ്റെ പിള്ളേരുണ്ട്. K6 പിള്ളേരുണ്ട്. ഇൻഫ്ലുക്സിൻ്റെ പിള്ളേരുണ്ട്. സോ 3 പേരും തമ്മിൽ പോരിഞ്ഞിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തുണ്ടാകുമ്പോൾ നമുക്ക് കണ്ടറിയാണ്ടിരിക്കാം. മോനെ അടുത്തടി. ഇവിടെ സ്നൈപ്പർ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണ്? അതെ M24 ഹോളോഗ്രാഫിക് ഇട്ട് അടിക്കുന്നു നമ്മുടെ സ്വന്തം K6 ജിന്ന്. എന്താണ് ജിൻ ബ്രോ? ഒരു സ്കോപ്പ് പോലും ഇല്ലാതെ അത് ഹോളോഗ്രാഫി ഇട്ടടിക്കാനുള്ള ശ്രമമാണ് ജിന്ന് കാണിക്കുന്നത്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. മോനെ അവിടെ നിന്ന് അടുത്തടി. ആരാണ്? ദാമു മോനെ. നമ്മുടെ സ്വന്തം ഇൻഫ്ലുക്സ് ദാമു നൈസായിട്ട് അവിടെ നമ്മുടെ K6 പിള്ളേർ നൈസായിട്ട് നോക്കിയിട്ടിരിക്കുന്നു. പക്ഷേ ഇൻഫ്ലുക്സ് കുമ്പിടിനെ നമ്മുടെ റാംബോ അടിച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് പോരിഞ്ഞേടി വരുന്ന മോനെ റാംബോന്. അത് ഇൻഫ്ലുവൻസറുണ്ട്. രമണൻ അപ്പുറത്തുണ്ട്. രമണൻ എന്ത് ചെയ്യുന്നു കണ്ടറിയാം. ലോലൻ ലോലൻ അവിടെ നൈസായിട്ട് പെട്ടിരിക്കുകയാണ്. സോ നമ്മുടെ K6 ഇൻഫ്ലുക്സിൻ്റെ പിള്ളേരവിടെ. ഇൻഫ്ലുക്സ് അത് 3 കില്ല് കൺഫേം ചെയ്ത് കിട്ടോ. കുമ്പിടി അവിടെ. കുമ്പിടി ഒരേ സമയം 3 സ്ഥലത്ത് കാണുന്നുണ്ട്. എവിടെയെന്ന് അറിയില്ല. കുമ്പിടിനെ കാണുന്നില്ല. മോനെ അടുത്തടി. പൊളി അവിടെ ദാമുവിനെ അടിക്കാൻ ശ്രമം. ദാമു അത് മുകളിലേക്ക് യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാനുള്ള ശ്രമമാണ്. അതേ കുമ്പിടി എടുത്തിയാണ്. കുമ്പിടി ജസ്റ്റ് രക്ഷപ്പെട്ടിരിക്കുന്നു മോനെ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ദാമുവിൻ്റെ ബുള്ളറ്റ് ഒരെണ്ണം കൂടി പോയിരുന്നെങ്കിൽ നൈസായിട്ട് കുമ്പിടി അവിടെ പെട്ടിയേനെ. പക്ഷേ ദാമു രക്ഷപ്പെടുത്താൻ വന്നിരിക്കുന്നു. ഇനി രമണനുണ്ട്, ലോലുണ്ട്. അതൊരു നെയ്ഡ് വരുന്നു. നെയ്ഡിൽ പിന്നെയും കുമ്പിടി വീണു. പക്ഷേ അവിടെ നൈസായിട്ട് റാംബോനെ പിള്ളേർ അടിച്ചിട്ട് നമ്മുടെ Win94 സ്കോപ്പിലുണ്ട്. Win94 അടിച്ചിരിക്കുന്നത്. പക്ഷേ കുമ്പിടിനെ അടിച്ചിരുന്ന അവിടെ മുകളിൽ റാംബോണ്. പിന്നിൽ നിന്ന് ആരോ അടിച്ചിരിക്കുന്നത്. അതേ ഫ്ലിൻറ്റിൻ്റെ ക്ലൗണാണ്. അതേ സ്മോക്കുകൾ വരുന്നുണ്ട്. പക്ഷേ F2Fൻ്റെ പിള്ളേർ അവിടെ ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഫൈറ്റ് കവർ ചെയ്യാൻ പരമായി ഞാൻ നോക്കുന്നുണ്ട്. ലവ് ഫ്രം കേജ്. താങ്ക് യു ബ്രോ. ഫുൾ ടൈം സപ്പോർട്ടാണ് മോനോട്. അത് പോരിഞ്ഞടി. അടുത്തടി. എവിടെയാണ്? ഫ്ലിൻറ്റുണ്ട് ഇൻഫ്ലുവൻസിൻ്റെ പിള്ളേർ തമ്മിൽ പോരിഞ്ഞടി. ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ അവിടെ നൈസായിട്ട് അടിച്ചിട്ട് അത് ലോലനോടും ചാടി ഓടി പോകുന്നു. ഫ്ലിൻറ്റ് ആരാണ്? ഫ്ലിൻറ്റ് ബ്ലേഡ് കിടന്നടിക്കുകയാണ്. അത് പുള്ളി ഒരു നെറ്റ് വരുന്നില്ല. കുറേ നേരം കിടന്ന് ബുള്ളറ്റൊക്കെ ഫയർ ചെയ്തിരുന്നു. ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ രമണൻ്റെ കില്ല് കൺഫേം ചെയ്തിരിക്കുന്നു. അവിടെ രമണനും പിള്ളേർ അവിടെ നൈസായിട്ട് വീണ്ടുണ്ട്.
കുമ്പിടിനെ റബ്ബ് എടുക്കുന്ന രമണൻ പെട്ടി അങ്ങനെ ഇതേ ഇൻഫ്ലുവൻസിൻ്റെ പിള്ളേർ നൈസായിട്ട് സാൻഡ്വിച്ചാണ് അവർ ഓടിപ്പോകുന്നത് KCXൻ്റെ വായിക്കും KCX ജിൻ എന്ത് ചെയ്യുന്നു കണ്ടറിയാം. അവിടെ ഫ്ലിൻറ്റിൻ്റെ അത്ര ഫ്ലിൻറ്റിൽ ഇനി ക്ലൗൺ വീണെടുക്കണം ക്ലൗൺ അതേ ഫ്ലിൻറ്റ് ക്ലൗൺ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫ്ലിൻറ്റ് ക്ലൗണിൻ്റെ റബ്ബ് എടുത്തു. ഇൻഫ്ലക്സിൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. ഫ്ലിൻറ്റിൻ്റെ ബ്ലേഡ് ആണ്. ക്ലൗണിൻ്റെ റബ്ബ് ആരും എടുത്തില്ല. KCXൻ്റെ പിള്ളേർ അവിടെ അടിക്കുന്നു. മോനെ KCXൻ്റെ പിള്ളേർ അത് ഇൻഫ്ലക്സിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. അവിടെ ബുള്ളറ്റ് മിസ് ചെയ്യുന്നല്ലാണ്ട് ഒന്നും നടന്നില്ല. ഫ്ലിൻറ്റ് ക്ലൗണിനകത്ത് മോനെ അവിടെ EDCയുടെ പിള്ളേർ അടിച്ചിരുന്നു. ഫ്ലിൻറ്റ് അവിടെ ഫ്ലിൻറ്റ് ക്ലൗൺ അയ്യോ ഫ്ലിൻറ്റിൻ്റെ പിള്ളേരോട് മോനെ EDCയുടെ പിള്ളേർ ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി വരുന്നു. ഫുൾ സ്ക്വാഡ് അത് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. KCXൻ്റെ പിള്ളേർ ഇൻഫ്ലക്സിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. സോ ഇതുവരെ നമ്മുടെ അടുത്ത ടീം വൈപ്പ് ചെയ്ത് F2Fൻ്റെ പിള്ളേരാണ് വൈപ്പ് ചെയ്തിരിക്കുന്നത്. വൂൾഫിൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്തിട്ട് ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ അവിടെ അതെ ഇവർ ലൈനപ്പ് ശരിയല്ലെന്നാണ് പറയുന്നത്. ആരോ പറയുന്നുണ്ട്. അത് ആരുടെ ലൈനപ്പാണെന്ന് എനിക്കിതുവരെയായിട്ട് മനസ്സിലാകുന്നില്ല. അവർ പേരുകൾ പറയുന്നത് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. അവർ സ്മോക്കിൽ വാരിയിരുന്ന ഇൻഫ്ലുവൻസ്. പക്ഷേ അവിടെ ബ്ലേഡ് അവിടെ നോക്കാണോ ഫ്ലിൻഡെക്സിൻ്റെ ബ്ലേഡ് നോക്കല്ല, ഹെൽത്ത് അടിക്കാതാണ്. പുള്ളിക്ക് ഹെൽത്ത് അടിക്കാനും ഒന്നുമില്ല. അതുകൊണ്ടാണ് പുള്ളി അതേ നെഞ്ചും പിരിച്ചുകൊണ്ട് കയറിച്ചുകൊണ്ട് ഡെക്സ്റ്ററിൻ്റെ പിന്നാലെ പോകുന്നു. ഡെക്സ്റ്ററെ രക്ഷിക്കട എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അതേ ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് സ്കൂട്ടാവാൻ നോക്കുകയാണ്. അതേ പക്ഷേ ഇവിടെ KCXൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. EDCയുടെ പിള്ളേർ ചാടി കയറി വരുന്നുണ്ട്. ഫുൾ സെറ്റായിട്ട് വരുന്നുണ്ട് പിള്ളേർ അത് ഫുൾ സെറ്റിൽ കയറി വരാണ്. ഇൻഫ്ലക്സിനെ KCXനെ കയറി അടിക്കാനാണ് പിള്ളേർ ചാടിക്കയറി വരുന്നത്. KCXൻ്റെ പിള്ളേർ അതാ നേട് പിടിച്ചിരിക്കുന്നു. നേടുകൾ വാരി വരുന്നു. പക്ഷേ അപ്പുറം നമ്മുടെ ഇതേ പിള്ളേർ KCXൻ്റെ പിള്ളേർ വരുന്നു. അപ്പുറത്ത് ഇൻഫ്ലുവൻസിൻ്റെ പിള്ളേർ മൊത്തം പിള്ളേരോട് പൊരിഞ്ഞടി. അത് താഴെ EDC മുകളിൽ ഇൻഫ്ലുവൻസ്. പക്ഷേ ഇവിടെ എന്തോ EDC നിഞ്ച ഇൻഫ്ലുവൻസിന് അടിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസിൻ്റെ അവിടെ നൈസായിട്ട് നോക്കുന്നുണ്ട്. EDCയുടെ പിള്ളേർ EDCയുടെ ട്രാക്ക് സോപ്പിൻ്റെ മുന്നേറ്റം. EDCയുടെ ട്രാപ്പ് നൈസായിട്ട് അവിടെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പുറം നിന്ന് പൊരിഞ്ഞൊരു ബുള്ളറ്റ് ഷോട്ട് വരുന്നത് ആരാണ്? നമ്മുടെ KCXൻ്റെ ടീമാണ്. ഇൻഫ്ലുവൻസിന് അടിച്ചിരിക്കുന്നു. മോനെ ഷോട്ട് ഗണ്ണിൽ അടിച്ചിട്ടിരിക്കുന്നു. പോളി ഷോട്ട് ഗൺ ഇൻഫ്ലക്സ് കുമ്പിടി ഷോട്ട് ഗണ്ണിൽ അടിച്ചിട്ട്. പക്ഷേ കാര്യമുണ്ടായില്ല. അപ്പം തന്നെ അത് പെട്ടിയൊക്കെ ഇടുകയും ചെയ്ത് അത് റെവ് എടുത്തോണ്ടിരിക്കുകയാണ്. താഴെ നമ്മുടെ EDC നിഞ്ച എന്തോ ചെയ്യുന്നത്. EDC നിഞ്ച എന്താണ് SKS വെച്ച് ചുമ്മാ ചാമ്പാനുള്ള ശ്രമമാണ്. പക്ഷേ പുള്ളി നടന്നില്ല. അവിടെ ഇൻഫ്ലക്സ് ലോലൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? Win94 ബെച്ചസ് പുള്ളി ലോലൻ എന്ത് ചെയ്യും? ലോലൻ ആവരുത്. ലോലൻ എസ്കേപ്പ് ആവില്ല കണ്ടറിയാം. അതേയൊക്കെ അവിടെ നിന്ന് നമ്മുടെ ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. ലോലൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ചാൻസ്. മോളിൽ നമ്മുടെ KCXൻ്റെ പിള്ളേർ KCXൻ്റെ പിള്ളേർ എന്താണ് നോക്കുന്നത്? KCXൻ്റെ പിള്ളേർ അവിടെ പോസ്റ്റ് അതേ പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. കാര്യം നമുക്കറിയില്ല. അവർ പിണങ്ങിയില്ലെന്ന് അറിയാം. ഇവിടെ നമ്മുടെ ഇൻഫ്ലുവൻസ് ആരാണ്? ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. മോളിൽ KCXൻ്റെ പിള്ളേർ ഉണ്ട്. പക്ഷേ KCXൻ്റെ പിള്ളേർ അങ്ങനെ നൈസായിട്ട് സാൻഡ്വിച്ച് ആണെന്നാണ് പറയാം. കാരണം ഒന്ന് തലങ്ങോട്ടോ ഇങ്ങോട്ടോ പുറത്തിട്ടില്ല. ഒരു സൈഡിൽ നിന്ന് ഫ്ലിൻറ്റും മറു സൈഡിൽ നിന്ന് നമ്മുടെ സ്വന്തം EDCയുടെ പിള്ളേർ ചാറി കയറി അടിച്ചിട്ട് പോകും. സ്ലോട്ട് 8 നമുക്ക് പോകാം. ഓക്കെ ഇവിടുത്തെ അടി ഏതാണ്ട് തീരുമാനമുണ്ട്. സ്ലോട്ട് 8 ഏതാണ് DMRൻ്റെ പിള്ളേരോടെ ആരെയും തീർത്തില്ല. അവർ ചുമ്മാ വണ്ടിയെ കുടിച്ച് അവരുടെ ഭാഗത്ത് ആരുമില്ലെന്ന് തോന്നുന്നുണ്ട്. EDCയുടെ അവിടെ 4 പൊരിഞ്ഞടിയാണ്. ബാക്കി എല്ലാവരും സെപ്പറേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു അടിക്ക് നമുക്ക് സ്കോപ്പ് ഇല്ല. സോ EDC തിരിച്ചു പോകാം. KCXൻ്റെ അടുത്ത കില്ലുകൾ പരമാവധി നമുക്ക് കാണാം. സോ നോക്കാം നമ്മുടെ T3 സ്ക്രിംസിൻ്റെ ഫൈറ്റുകൾ. T3 സ്ക്രിംസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. അതെ ഇനിയിപ്പോൾ ഇവരുടെ ഫുൾ TP പേരിങ്. കാരണം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിൽ നിൽക്കുന്നത്. EDCയുടെ പിള്ളേർ ഒരു സൈഡിൽ KCXൻ്റെ പിള്ളേർ ഒരു സൈഡിൽ ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ ഒരു സൈഡിലുണ്ട്. സോ എന്താണെങ്കിലും ഉണ്ടാവും. പിള്ളേർ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കമൺ ബോയ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോനെ പറഞ്ഞില്ല നമ്മുടെ KCX മോനെ നമ്മുടെ കില്ലുകൾ കൺഫേം ചെയ്തിരിക്കും. ജിന്ന് നൈസായിട്ട് നിഞ്ചിനെ പിള്ളേരെ അടിച്ച് അവിടെ സ്മോക്കിലേക്ക് പിന്നെയും വെടിവെച്ചുകൊണ്ട് വെടിവെക്കുന്ന ട്രാക്ക് സോപ്പിന് ജിന്നിനെ നൈസായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. DRCയുടെ പിള്ളേർ നൈസായിട്ട് അവിടെ നെയ്ഡൊക്കെ ഇട്ട് കളിക്കുന്നത്. അത് നിഞ്ച കയറി വരുന്നു. പക്ഷേ ഈ 2 നോക്കിൻ്റെ അഡ്വാൻറ്റേജ് KCXൻ്റെ പിള്ളേർ എടുക്കില്ലെന്ന് അറിയില്ല. അതാ മോനെ ഇൻഫ്ലക്സ് ലോല നൈസായിട്ട് മോനെ അതെ ഈ വണ്ടി ആരും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോല നൈസായിട്ട് വണ്ടി പൊട്ടിത്തെറിക്കാനുള്ള ശ്രമമാണ്. ലോലൻ എന്താണ് ഇങ്ങനെ ഈ വണ്ടി എനിക്കും വേണ്ട മറ്റുള്ളവർക്കും വേണ്ട എന്നാണ് പറയുന്നത്. അത് ഇവിടെ നൈസായിട്ട് പിള്ളേർ ഇത് റെവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ KCXൻ്റെ പിള്ളേർ അഡ്വൻറ്റേജ് 2 പേര് നോക്കിൻ്റെ അഡ്വൻറ്റേജ് എടുക്കാൻ പറ്റിയില്ല. ആ നെയ്ഡിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ആരുമില്ല എന്നുള്ളതുകൊണ്ട് അവർക്കറിയില്ല. നെയ്ഡുകൾ ചുമ്മാ വാരി എറിയുന്നുണ്ട്. സ്മോക്കാണ് അറിയുമ്പോൾ EDC പിള്ളേർ ചുമ്മാ ചന്നം പിന്നെ അടിക്കുന്നുണ്ട്. ഒന്നുമില്ല. ലോലൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ലോലൻ ഒറ്റയ്ക്ക് പോയി പെട്ടിയാവും. അത് ലോലൻ നൈസായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ലല്ലോ. ലോലൻ എന്താണ് ലോലൻ്റെ ഇങ്ങനെ ചുമ്മാ ചാടിക്കറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അടുത്ത കിൽഫീഡ് കാണാൻ ഞാൻ പോകും. കാരണം ഇവിടെ ഇനി ഒന്നും നടക്കുന്നില്ല. ലോലൻ അവിടെ നെയ്ഡൊക്കെ വാരി എറിയുന്നുണ്ട് അങ്ങോട്ട്. ആ നെയ്ഡ് എങ്ങോട്ടാണ് പോകണമെന്ന് പോലും പുള്ളി നോക്കുന്നത്. അത് മതിലിപ്പുറത്ത് നിന്ന് പിന്നെയും പൊട്ടുന്നുണ്ട്. പക്ഷേ എന്താണ് ഇവിടുത്തെ ഫൈറ്റുകൾ ഏതാണ്ട് തീരുമാനമുണ്ട്. മോനെ DRC എടുത്തോണ്ട് DRC അവിടെ എന്തൊരു ഫൈറ്റ് നടക്കുന്നു. DRC പിള്ളേരോടെ പിള്ളേരോട് നൈസായിട്ട് നോക്കിയിട്ട് നടക്കുന്നത് ആരാണ്? ഇവിടെ നമ്മുടെ എട്ടേണയും പിള്ളേർ നൈസായിട്ട് നോക്കാക്കിയിട്ട് 2 പേര് തീർന്നുണ്ട്. ഇനി ചാത്തൻ സേവ നടത്തിയാൽ മാത്രം തോന്നുന്നു. പുള്ളിക്ക് ഇനി ബാക്കിയുള്ള 3 പേര് അടിക്കാൻ പറ്റുമോ? പുള്ളി ചാത്തൻ സേവ നടത്തുമോ? അത് പുള്ളിരെല്ലാവരും കൂടി പെട്ടി വെച്ച് പുള്ളിരെ വെച്ച് ചാത്തൻ സേവ നടത്തുന്നത് കണ്ടറിയാം. മോനെ ചാത്തനെ കണ്ടുപിടിച്ചിരിക്കുന്നു. ചാത്തൻ എഴുതിയ ടർബോ ഓടിച്ചാടി വരുന്നുണ്ട്. ടർബോ എന്താണ് പോകുന്നത്? ടർബോ നൈസായിട്ട് വരുന്നു. ടർബോ ഓടിപ്പോകുന്നു. പക്ഷെ ഒന്നും നടന്നില്ല.
ടർബോ മോനെ ചാത്തൻ്റെ ടർബോനെ അടിച്ച് നോക്കാനുള്ള ശ്രമം, പക്ഷേ അവിടെ ഒരു നേട് വന്നു, പക്ഷേ അതിൽ ഒന്നും ടർബോ വീണില്ല. ടർബോ നൈസിലൊന്നും ചാത്തനെ അടിച്ചിട്ട് അങ്ങനെ ഇറ്റാണ് വൈപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ DRS പിള്ളേരോട് നിന്ന് ഇസഡാർസിൻ്റെ അവിടെ ചെറിയൊരു 2 പേര് പെട്ടിയാണ്. നിക്കിയും ബ്രൂട്ടിലും പെട്ടിയിട്ടുണ്ട്. അവരെവിടെയാണ് പെട്ടിയെന്ന് അറിയില്ല. ബെയിനും റവനരും അത് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അവരെവിടെ നിക്കിയും ബ്രൂട്ടിലും എവിടെ പെട്ടിയുണ്ട്, അതെവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തടി നമ്മുടെ ക്ലച്ച് പോയി അവിടെ ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ക്ലച്ച് പോയി അവിടേക്ക് പോകും. ക്ലച്ച് പോയി അടുത്ത് നൈസായിട്ട് ഒരു വൈപ്പ് തീർന്നു. മോനെ BA പിള്ളേർ നൈസായിട്ട് ഒരു വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതെ താഴെ മുകളിൽ ആരെങ്കിലും നോക്കുന്നുണ്ട്. അത് ADC പിള്ളേർ അടുത്ത ഫൈറ്റ് എടുത്തിട്ടുണ്ട്. EDC എടുത്ത് പോകാം. EDC കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ മോനെ EDC ഡ്രാക്സ് വണ്ടി എടുക്കാനുള്ള ശ്രമമാണ്, പക്ഷേ വണ്ടി അവിടെ ടയർ പൊടിച്ചുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതേ ആ വണ്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു. സോ എല്ലാവരും സോണിനകത്തേക്കാണ്. സോണിൻ K6 പിള്ളേർ നൈസായിട്ട് അവിടെ നടിക്കുന്നുണ്ട്. EDC പിള്ളേർ പക്ഷേ EDC പിള്ളേർ ബുദ്ധി ഉപയോഗിച്ച് അവർ വണ്ടി എടുത്ത് നേരെ പോകുന്നു. EDC ഡ്രാക്സ് മോപ്പ് ചെയ്ത് ജീവനും കൊണ്ട് ഓടുന്നു. അത് പക്ഷേ ജീവനം കൊണ്ടുള്ള അതേ അവർ സോണിലേക്ക് കയറാനുള്ള ഓട്ടമാണ്. കാരണം സോണിനുള്ളിൽ കയറി സോണാണ് മുഖ്യം. ബിഗിൽ ബ്രോ ഡിവൈസ് ചോദിക്കുന്നത് ബ്രോ താങ്ക് യു ബ്രോയുടെ എൻ്റെ ഡിവൈസ് 70 ആണ് ബ്രോ. സോ കുഴപ്പമില്ല. അതേപോലെ പിള്ളേർ EDC പിള്ളേർ നൈസായിട്ട് സോണിൻ്റെ ഉള്ളിൽ വണ്ടിയുമില്ല ഒന്നുമില്ല. അതേ EDC പിള്ളേർ ആകെ ട്രാപ്പാണ്. സോ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരും ചുമ്മാ ലൂട്ടും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബുള്ളറ്റൊക്കെ തീർന്നുണ്ടാകും, കാരണം അവിടെ നൈസ് ഫൈറ്റ് ആയിരുന്നു. അതേ ഹെൽമെറ്റൊക്കെ എടുത്ത് പോകുന്നു. സോ ഇനി വേറെ ഫൈറ്റുകൾ കാണാം. വൈപ്പർ OPയുടെ പിള്ളേർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? OPയുടെ പിള്ളേർ നൈസായിട്ട് ഒരു സ്പോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവർ സോണിനകത്തുണ്ടെങ്കിലും എവിടെയും പുറത്തിറങ്ങില്ല. പരമാവധി സ്പോട്ട് എടുക്കാനുള്ള ശ്രമമായിരിക്കാം എല്ലാവരും ചെയ്യുന്നത്. വേറെ എവിടെയാണ് ഇനി ഇടി നടക്കാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ടോക്സ് ബോയ് എടുത്താണ്. അവിടെ എക്സ്ട്രീമിൻ്റെ പിള്ളേർ കയറി പോകുന്നത്. അത് എക്സ്ട്രീമിൻ്റെ പിള്ളേർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ടോക്സ് ബോയ് എടുത്തിയാണ്. ടോക്സ് ബോയ് എടുത്ത് ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ചാൻസ് ഉണ്ടോ ഇല്ല. അത് 4 പേരും അത് ഒരു വണ്ടിയിൽ പോകുന്നു. അത് വണ്ടി സോണിൽ എത്തിയപ്പോഴേക്കും അവർ ചാടി ഇറങ്ങി. സോ അവിടെയും ഒന്നും കാണുന്നില്ല. EDC പിള്ളേരും KCSനുള്ളൊരു മോഡ് വരുമ്പോൾ നമ്മുടെ BAയുടെ പിള്ളേർക്ക് വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഇസഡാറിൻ്റെ പിള്ളേരും വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇസഡാറിൻ്റെ പിള്ളേരായിട്ട് ഫൈറ്റ് എടുക്കില്ല നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വൈപ്രോപ്പി അവിടെ സോണിൽ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അവിടെ മക്കളെ കയറി വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേസ് പിള്ളേർ എക്സ്ട്രീം നമ്മുടെ OPയുടെ പിള്ളേർ അവിടെ ഇരിക്കുന്നുണ്ട്. ടോക്സിക് നാഷണൽ പിള്ളേർ വണ്ടിയൊക്കെ എടുത്ത് ചുമ്മാ കയറുന്നത്. ഇതാണ് ഈ സോണിൻ്റെ ഈ ഒരു മാപ്പിൻ്റെ പ്രശ്നം. കാരണം വലിയൊരു ഏരിയയാണ്. ഈ വലിയൊരു ഏരിയയിൽ നല്ലൊരു റോഡുമില്ല. അതുകൊണ്ട് വണ്ടിയൊക്കെ എപ്പോഴും കിട്ടും. ഇല്ല വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ചാടി പോകുന്നതുകൊണ്ട് കുതിര വണ്ടിയിൽ പോകണമെന്നാണ് ഇതിനേക്കാളും ബെറ്റർ നമുക്ക് പണ്ട് നമ്മുടെ ധൂമിൽ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നു. സോ നമുക്ക് നോക്കാം. മോനെ HGRൻ്റെ പിള്ളേർ ഒരു സൈഡിൽ നമ്മുടെ ഇതേ ടീം ഓക്കെ ഫർസ്റ്റിൻ്റെ ടീമാണ്. അറിയില്ല മിസ്ഫിറ്റ് ഇതേതാ സ്ക്വാഡെന്ന് പോലും എനിക്ക് പേര്. അതെ ലൂസിഡെക്സ് എന്ന് തോന്നുന്നത്. അതെ ലൂസിഡെക്സിൻ്റെ പിള്ളേർ ഇതുപോലെ ഒരു പേരൊക്കെ ആയിരുന്നു. സോ എല്ലാവരും സോണിലേക്ക് വന്നിരിക്കുന്നത്. സോണിൽ ഇനി അടുത്ത സോണുകൾ ചെറുതാവും തോറും അടി ഇൻറ്റൻസിറ്റി കയറുമെന്നാണ് എല്ലാവരും പറയാറ്. സോ എന്തുകൊണ്ടെങ്കിലും ഉണ്ടാവും. സോ നിങ്ങൾ ഈ ചാനലൊക്കെ ഇടയ്ക്ക് ഒരു മെസ്സേജൊക്കെ അയക്കണം. നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ചുമ്മാ ഒരു വൺ ടൈം ഒരു റേഡിയോ പോലെ ആയിരിക്കില്ല ബ്രോ. എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കി. ഗുഡ് ബ്രോ ഉള്ളോ താങ്ക് യു ബ്രോ. ഇവിടെ നമ്മുടെ പിള്ളേർ നൈസായിട്ട് ഇത് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൂട്ടിങ്ങിലാണ്. കാരണം എല്ലാവരും ഒരു ഫൈറ്റൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. സോ ആ ക്ഷീണം തീർക്കും അടുത്ത ഫൈറ്റ് ഉണ്ടോ? അതേ നമ്മുടെ ടോക്സിക് നാഷണൽ പിള്ളേർ നൈസായിട്ട് വണ്ടിയൊക്കെ എടുത്ത് ചുമ്മാ ചാടിക്കറിയൊക്കെ പോകുന്നുണ്ട്. അത് വണ്ടിയൊക്കെ നിർത്തി എന്താണ് ലൂട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അത് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഫുള്ളായിട്ട് ഒന്നും കയറിയിട്ടുണ്ടാവില്ല. പിള്ളേരൊക്കെ സ്നൈപ്പറൊക്കെ കൊണ്ടാണ് പോകുന്നത്. അത് 8x കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് SLR ഒക്കെയാണല്ലോ കയ്യിൽ. പൊളി പിള്ളേരൊക്കെ അതേ ഫുൾ സെറ്റാണ്. ടീംസൊക്കെ അതേ മോനെ ക്ഷമിക്കണം. സോ OPയുടെ പിള്ളേരുണ്ട്. ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ എല്ലാവരും സോണിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. മോനെ TX ആൻഡ് സ്പാർക്ക് നൈസായിട്ട് ഇത് എല്ലാം നോക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? മോനെ ഹീറോസ്പിൻ്റെ പിള്ളേർ നൈസായിട്ട് OPയുടെ പിള്ളേരെത്തിയാണ് ക്ലോസിങ് ചെയ്യണത്. പക്ഷേ അവിടെ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. ഇവരൊക്കെ 2 പേരിൽ 2 vs 4 സ്ക്വാഡാണ്. പക്ഷേ അവർ നൈസായിട്ട് ബിൽഡിങ് കണ്ടുപിടിക്കുകയാണ്. എന്തും വേണമെങ്കിലും കണ്ടുപിടിക്കുക. റെവനൻറ്റും ബെയിനും ഓക്കെ ഇവിടെ എന്ത് വേണമെങ്കിലും ഉണ്ടാവുമല്ലോ. സോ നോക്കാം വേറെ എവിടെ എന്തൊക്കെയാണ് ബഹളം ഉണ്ടാവാൻ ചാൻസ്. എവിടെയും അടിയൊന്നും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മിറാമറിൽ അടി നടക്കാൻ ചാൻസ് ഉണ്ട്. വല്ല സാധനമൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി ഒരു 5-10 ടീമുകൾ തീർന്നു പോയിട്ടുണ്ടാവും. സോ ഇതുവരെ 15 ടീമുകളുണ്ട്, 48 പേരുമുണ്ട്. സോ 15 പേര് 48 പേരുമുണ്ടെങ്കിൽ ഓക്കെ DMR ബാഡാസ് ഓക്കെ ബ്രോ സപ്പോർട്ട് എപ്പോഴും വേണം. സോ ഇനി 15 പേരുണ്ട്, 48 പേരിൽ ആരാണ് ഇന്ന് ഡിന്നർ അടിക്കാൻ? അതോ 15-ൽ ആരാണ് ഡിന്നർ അടിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ സോണിന് പുറത്തേക്കാണ് പോകുന്നത്. സോ ഇനി അടുത്തൊരടി നടക്കാൻ ചേർത്ത് വൈപ്രോപ്പിലോട്. കാരണം വൈപ്രോപ്പിലോടേക്ക് എല്ലാവരും കയറി വരുന്നുണ്ട്. വൈപ്രോപ്പിയോട് നൈസായിട്ട് സോണിൻ്റെ അപ്പുറത്തല്ല ഇപ്പുറത്തല്ല എന്ന് പറയുന്നത്. അത് ഒരു വണ്ടി എടുത്ത് അവർ സോണിലേക്ക് പിന്നെയും പോവാണ്. അതേ മോൺസ്റ്റർ മോനെ നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയൊക്കെ എടുത്ത് പിള്ളേരെ ഇറങ്ങിപ്പോണ്ട്. ബ്രോ സ്ലോട്ട് ആയിട്ട് സ്പെക്ക് ചെയ്യാൻ ചോദിക്കുന്നത്. അത് സ്ലോട്ട് ആയിട്ടാണ് നമ്മുടെ വൈപ്പറിൻ്റെ പിള്ളേരല്ലേ. അതെ വൈപ്പറിൻ്റെ പിള്ളേരാണ്. വൈപ്പറിൻ്റെ പിള്ളേർ ഇവിടെ ചുമ്മാ അതേ വെള്ളത്തിൻ്റെ അടുത്തൂടെ ഓടി അടക്കണം. വെള്ളത്തിൻ്റെ അടുത്തുണ്ട്. അത് ലൂട്ടും ചെയ്യുന്നുണ്ട്. അത് അടിക്ക് മാർക്കും ചെയ്യുന്നുണ്ട്. അതേ നമ്മുടെ സ്കാറിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ അടുത്ത് വേറെ ആരുമില്ല. അവർ മാത്രമേ ഉള്ളൂ അവരുടെ അടുത്ത്. അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും അധികം പോകുന്നത്. മുന്നേ വൈപ്രോപ്പിലൂടെ ചെറിയൊരു ഫൈറ്റ് അടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം KCXനുള്ളവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ നമ്മുടെ EDC പിള്ളേർ ഓടി വരുന്നുണ്ട്.
ADC പ്ലെയർ നൈസായിട്ട് സ്പോട്ട് ചെയ്തു. അത് അടുത്ത് അടി തുടങ്ങി മോനെ. അവിടെ നിന്നാണ് ADC വാമ്പയർ ആരും അടിക്കുന്നുണ്ട്. വാമ്പയർ അത് നൈസ് വൈപ്രോപ്പിൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. വൈപ്പറിൻ്റെ പിള്ളേരും അതേ OPയുടെ പിള്ളേരാണ് അടിക്കുന്നത്. വൈപ്രോപ്പിയും ബീറോപ്പിയും എടുത്ത്. പക്ഷേ തൊട്ടപ്പുറത്ത് 2 പേരുള്ള കാര്യം അവർ മറന്ന് 4 വണ്ടിയിലാണ് അവർ പോകുന്നത്. മോനെ വാമ്പയർ ഒറ്റയ്ക്കാണ് പോയി ഫൈറ്റ് എടുക്കുന്നത്. പിന്നെ കൂടെ ആരും ഇല്ല. വാമ്പയറിന് ഒറ്റയ്ക്കാണ് ഫൈറ്റ് എടുക്കുന്നത്. നൈസായിട്ട് ബീറോപ്പിൻ്റെ ഹെൽത്തൊക്കെ പോയിട്ടുണ്ട്. ഈ മണ്ണിൽ ഈ മരുഭൂമിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ADC വാമ്പയർ? ADC എന്താണ് അത് ജാടയാണോ ചോദിക്കുന്നുണ്ട്. അത് ജാടയാണ് ചെറുതായിട്ട്. ജാടി ഒന്നുമില്ല ബ്രോ, നമ്മുടെ ഫൈറ്റൊക്കെ കണ്ടു ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. ദൈവം എല്ലാവരും ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ചെടുക്കുക. അതേ പിന്നെ OPയുടെ പിള്ളേർ നൈസായിട്ട് ഉള്ളിൽ കയറിയിരുന്നത് ബൂസ്റ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് ഒന്നും എടുക്കുന്നില്ല. അത് EDCയുടെ സപ്പോർട്ട് വന്നിരിക്കുന്നത് EDCയുടെ പിള്ളേർ ഡ്രാക്സ് OPയും വാമ്പയറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടാണ്. റാംബോ അവിടെ ഉണ്ട്, നമ്മുടെ വാമ്പയറിന് ഡ്രാക്സ് OP ഉണ്ട്, നിഞ്ചയുണ്ട്. സോ എല്ലാവരും നിഞ്ചയും ഉണ്ട്. എല്ലാവരും സോണിലേക്കാണ് വരവ്. സോണിൽ എന്തും ഉണ്ടാവാം. ഇനി സോണിൽ അടി നടക്കാനുള്ള ചാൻസുകളാണ്. ഇവിടെ DMRൻ്റെ അടുത്തൊരു അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, DMRൻ്റെ അടുത്ത് പോകും. അവിടെ എക്സ്ട്രീമിൻ്റെ പിള്ളേരും എക്സ്ട്രീമിൻ്റെ പിള്ളേരും DRCയുടെ പിള്ളേരൊക്കെ കുറച്ച് പിള്ളേർ ഇവിടെ കയറി നടക്കുന്നുണ്ട്. അത് DMRൻ്റെ പിള്ളേരുണ്ട്. മോനെ ബെയിൻ ഓൾറെഡി ഒരു കിടക്കാച്ച് മോനെ 8 ബിറ്റ് അവിടെ പൊളിച്ചിട്ടുണ്ട്. 8 ബിറ്റ്. അത് ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഓൾറെഡി ഒരു നോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ബെയിൻ്റെ പിള്ളേരും റവനിൻ്റെ പിള്ളേരും അടുത്തടി മോനെ. അയ്യോ മോനെ പോരിഞ്ഞടിയാണ്. അത് വണ്ടികളൊക്കെ പൊട്ടിത്തെറിയുമ്പോൾ അവിടെ ആരും മിസ്ഫിറ്റ് വീണിട്ടുണ്ട്. ഇനി അങ്ങനെ 2 പേര് മാത്രം, 2 പേര് ബെയിൻ അത് ചാടി വരുന്നു. മോനെ അടുത്തടി ബെയിൻ വീണു. ബെയിനെ വീഴ്ത്തിരിക്കുന്നു മോനെ. ഇനി റവനൻ്റെ മാത്രമാണ്. അത് ബെയിൻ്റെ കില്ല് കൺഫേം ആണ്. അത് ബെയിൻ്റെ കില്ലും കൺഫേം ചെയ്തിരിക്കുന്നത്. റവനൻ്റെ മാത്രമാണ്. റവനൻ്റെ എന്ത് ചെയ്യുന്നത് കണ്ടറിയാം. 1 vs 2 ആണ്. അതേ ഇവിടെ പ്രണവും പിള്ളേരും അത് ചാടിക്കറി പോകുന്നത്. പക്ഷേ റവനൻ്റെ മുകളിലൂടെ ചാടി വരുന്നുണ്ട്. റവനെ മോനെ ഫർസി എന്താണ് ഫർസി ചെയ്ത ബാൻഡേജൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേ എല്ലാവരും ഹെൽത്തൊക്കെ പോയിട്ടുണ്ട് നൈസായിട്ട്. അതേ മുകളിലൂടെ പ്രണവിൻ്റെ സ്പോട്ട് ചെയ്യും. റവനെ മോനെ അടിച്ചിട്ട് മോനെ പൊള്ളി. റവനൻ്റെ സ്പ്രേയിൽ പ്രണവ് വീണിട്ടുണ്ട്. ഇനി ആകെ ഫർസി മാത്രമുണ്ട്. ഫർസി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫർസി അവിടെ താഴെ എന്താണ് പുള്ളി മൂളിക്ക് അത് ബാൻഡേജ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫർസി താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ റവനൻ്റെ ചാടിക്കയറി വരുന്നു. അവിടെ ആളിങ്ങനെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വരുന്നു. റവനൻ്റെ മുകളിലൂടെ ചാടി വരുന്നു. റവനൻ്റെ എങ്ങനെയോ വരുന്നുണ്ട്. ഫർസിനെ അടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഫർസി എന്ത് ചെയ്യുമെന്ന് റവ് എടുക്കുന്നത്. മോനെ ഫർസിന് മുമ്പിൽ ചാടിക്കയറിയിരുന്നു. പക്ഷേ അവിടെ മോനെ നൈസായിട്ട് റവനൻ്റെ കിടുക്കാച്ച് വൈപ്പാണ് നമ്മൾ കണ്ടതിന്. 1 vs 2 വൈപ്പായിരുന്നു. പക്ഷേ വൈപ്പിൻ്റെ അടുത്ത് OPയുടെ അടുത്ത് അവിടെ എന്താണ് ശ്രമം? OPയുടെ അടുത്ത് ഒന്നും നടക്കുന്നില്ല. അവരുടെ EDCയുടെ പിള്ളേരുണ്ട്. EDCയുടെ പിള്ളേർ ചെറിയൊരു ഫൈറ്റ് എടുക്കുകയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് റെൻഡറാകത്താണ്. അത് റെൻഡറായിട്ടുണ്ടായിരുന്നില്ല ഇത്രയും. EDC വാമ്പയറും പിള്ളേർ അതൊരു നെയ്ഡൊക്കെ ബീറോപ്പിക്ക് വേണ്ടി ഒരു നെയ്ഡ് അത് വിടുന്നു. ആ ബീറോപ്പി ആ നെയ്ഡ് വാങ്ങിക്കില്ല. കണ്ടറിയാം ബീറോപ്പി വീണിരിക്കുന്നു മോനെ. കിടുക്കച്ചി നെയ്ഡിൽ നമ്മുടെ EDC വാമ്പയർ നെയ്ഡിൽ ബീറോപ്പി ഉണ്ട്. അടുത്ത നെയ്ഡ് അത് പോകുന്നു. അടുത്ത നെയ്ഡ് ആർക്കോ കൊടുക്കാനാണ്. അത് ഈ നെയ്ഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വാമ്പയർ ഒന്നും കൂടെ ആ നെയ്ഡ് ബീറിന് കൊടുത്തിരിക്കുന്നു. ബീറോപ്പി പക്ഷേ അവിടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. ബീറോപ്പിയുടെ റവ് എടുക്കാൻ പിള്ളേർ ചാടിക്കയറി വരുന്നുണ്ട്. നമ്മുടെ സണ്ണിക്കുട്ടൻ അത് ചാടി വരുന്നു. സണ്ണിക്കുട്ടൻ അത് റവ് എടുക്കും. അത് റവ് എടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ EDC പിള്ളേർ വാമ്പയർ പുഷ് ചെയ്യുന്നു. വാമ്പയർ അത് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ്. വണ്ടിയൊക്കെ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആളില്ല. അത് ഈ വെക്ടറുമായാണ് വരുന്നത്. ഷോർട്ട് റേഞ്ച് അടിച്ചിടം തന്നെ അത് പിള്ളേർ കയറി വരുന്നുണ്ട്. ആരാണ് അപ്പുറത്ത്? EDCയുടെ പിള്ളേർ. പക്ഷേ EDC വാമ്പയർ ചാടി കയറിയത് നമ്മുടെ പുലിമടയിലേക്കായിരുന്നു. അവിടെ പക്ഷേ ഓൾറെഡി 2 നോക്കിയിട്ട് നമ്മുടെ EDCയുടെ പിള്ളേരാണ്. വൈപ്പർ നോക്ക്. ഇനി ഇവിടെ ആരാണ്? ജോക്കർ എന്ത് ചെയ്യും? ജോക്കറിനെ വീഴ്ത്തിയിട്ടിരിക്കുന്നു മോനെ. ഇനി 2 പേരും സണ്ണി മാത്രമുണ്ട്. സണ്ണി എന്ത് ചെയ്യും? സണ്ണി ഒറ്റയാൾ പോരാട്ടം നടത്തുമോ? സണ്ണി ഒറ്റയാൾ പോരാട്ടമാണ്. അതെ പക്ഷേ നൈസായിട്ട് EDCയുടെ പിള്ളേർ അടിച്ചിരിക്കുന്നു. BAയുടെ പിള്ളേർ അവിടെ അപ്പുറം ലോങ് റേഞ്ച് അടിക്കുന്നു. ഇനി ഡ്രാക്സ് മാത്രം. ഡ്രാക്സ് അവിടെ ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാക്സ് തീർന്നു മോനെ. ഡ്രാക്സ് മാത്രമുള്ളൂ. ഡ്രാക്സിന് സൂക്ഷിച്ചില്ലെങ്കിൽ ഡ്രാക്സിൻ്റെ കാര്യം ഹവയാണ്. അത് ഗ്രനേഡും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സണ്ണിക്കുള്ള നെയ്ഡാണ്. പക്ഷേ കില്ലുകളിൽ OPയുടെ കില്ലുകൾ നൈസായിട്ട് നമ്മുടെ BAയുടെ പിള്ളേർ അടിച്ചുകൊണ്ടാണ്. BAയുടെ പിള്ളേർ നൈസായിട്ട് എല്ലാം സ്നൈപ്പ് ചെയ്തുകൊണ്ട് BAയുടെ പിള്ളേർ മുകളിൽ നിന്നാണ് DAയുടെ ഇനി DMRൻ്റെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് നടക്കാം? ഓക്കെ, DMRൻ്റെ അടുത്തോ ഇവിടെ അവർ ആരെയാണ് വീടിയിരിക്കുന്നത്? അത് നമ്മുടെ HRൻ്റെ പിള്ളേർ ലോങ് റേഞ്ച് അടിച്ചുള്ള ശ്രമമാണ്. HRൻ്റെ പിള്ളേർ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. അത് വീണിരിക്കുന്നു മോനെ. BAയുടെ ലോങ് റേഞ്ചിൽ HR ആൽഫ വീണ് മോനെ. ആൽഫ വീണിട്ടുണ്ട്. പക്ഷേ ആൽഫ എന്ത് ചെയ്യും? ആൽഫയുടെ പിള്ളേർ ഇവിടെ നൈസായിട്ട് വീണിട്ടുണ്ട്. അത് വണ്ടി പൊട്ടിത്തെറിക്കും. വണ്ടിയും പൊട്ടിത്തെറിച്ചു. അത് സ്മോക്കുകൾ നമ്മുടെ സ്മോക്ക് വാരി എറിയുന്നുണ്ട്. EDC റാമ്പിനെ അവിടെ സണ്ണി തീർത്തു. അവിടേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടെ നൈസായിട്ട് ഇത് റവ് എടുത്തു. അങ്ങനെ ഈ റവ് തീർന്നിരിക്കുന്നു. BA അവിടെ നൈസായിട്ട് സ്നൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? EDC ഡ്രാക്സ് മോനെ. അങ്ങനെ ഈ സോണിൽ വീണ് നമ്മുടെ EDC പിള്ളേർ തീർന്നിരിക്കും. ഡ്രാക്സ് OPക്ക് റവ് എടുക്കുന്നതിനോടൊപ്പം തന്നെ തീർന്നിരിക്കുന്നു മോനെ. സണ്ണി OP എന്ത് ചെയ്യും? സണ്ണിക്കുട്ട വേറെ സോണിലേക്ക് പോകാം. സോൺ വരുന്നുണ്ട്. സോണുകൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു. സോ അതിനോട് അനുസരിച്ച് പണി കിട്ടാൻ ചാൻസ് മോനെ. HRൻ്റെ പിള്ളേർ അടിച്ചിട്ടുണ്ട് നമ്മുടെ BAയുടെ പിള്ളേർ മോനെ ലോങ് റേഞ്ച്. പക്ഷേ BAയുടെ ഹാക്കർ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാക്കർ അവിടെ വീണിട്ടുണ്ട്. പക്ഷേ 2 പേരും ഇവിടെ ഇപ്പോഴുണ്ട്. ആരാണ്? സ്പിയർ അത് ലോങ് റേഞ്ച് അടിച്ചുള്ള ശ്രമമാണ് മോനെ. പക്ഷേ റെഡ്മാൻ ലോങ് റേഞ്ച് പക്ഷേ സ്നൈപ്പർ അടിക്കുന്നുണ്ട്. പക്ഷേ സ്പിയറിന് അതൊന്നും ഒരു പ്രശ്നമില്ല. തണ്ടറാവോ അതോ ജസ്റ്റ് ഇടിമുഴക്കമായി പോകുമ്പോൾ എന്ന് കണ്ടറിയാം. തണ്ടർ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താ മോനെ?
ബട്ട് എന്തും ഉണ്ടാവും. ബി എ പ്ലെയർ നൈസായിട്ട് അടിച്ചത് സ്മോക്കിലേക്കൊക്കെ എന്തെങ്കിലും നേടൊക്കെ എറിയുന്നത് നോക്കും. പക്ഷേ ആൽഫ എല്ലാവരും സോണിൽ വീണുകൊണ്ടിരിക്കുന്നു. സോൺ വളരെ പ്രശ്നമാണ്. അങ്ങനെ കേസ് ഇവിടെ തീർന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് ഇനി K6 എടുത്ത് നോക്കാം. ഇനി ആരുണ്ട്? സ്പിയർ മാത്രമുള്ള സ്പിയർ നൈസായിട്ട് പോകുന്നുണ്ട്. തണ്ടർ ഹെൽത്തൊക്കെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ചെറുതായിട്ട് പോകാം. DMR എടുത്ത് പോകുന്നുണ്ട്. DMR അതന്നെ ബി എ ആഷനടിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് ലോങ് റേഞ്ച് ബി എ തണ്ടറിൻ്റെ ഇത് HR തണ്ടറിൻ്റെ കോൺസെൻട്രേഷൻ പോയി. പുള്ളി മുകളിലുള്ളവരാരെയും കണ്ടില്ല. പുള്ളിനെ അപ്പോഴേക്കും അടിച്ചിട്ട് മുകളിലുള്ളൊരു നൈസായിട്ട് ഇനി സ്പിയറോപ്പി റവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ റവിൻ്റെ ഇടയിൽ പുള്ളിയുടെ ഹെൽത്ത് പോകുന്നുണ്ട്. സോൺ ഡാമേജ് നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഈ സോൺ ഡാമേജ് എടുക്കാൻ പക്ഷേ ഇതേപോലെ പിള്ളേർ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. വണ്ടിയും കൊണ്ട് ഇടിച്ച് കുത്തിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ നൈസായിട്ട് അത് നെയ്ഡുകൾ വരുന്നു നൈസായിട്ട് അടുത്ത അടിച്ച് അങ്ങനെ HRൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്യുന്ന നമ്മുടെ പിള്ളേർ DMRൻ്റെ അടുത്ത് പോകാം. DMRൻ്റെ പിള്ളേർ ഇവിടെ BA പിള്ളേർ അങ്ങനെ നൈസായിട്ട് HRൻ്റെ പിള്ളേർ വൈപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ പോകുന്നത് DMR ഓൾറെഡി കുറച്ച് കില്ലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊക്കെ നൈസായിട്ട് മിസ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെയും ടീമുകളുണ്ട്. അത് വേറെ ആരൊക്കെയോ ഉണ്ട്. താഴെ നമ്മുടെ എക്സ്ട്രീമിൽ പ്ലെയർ ഉണ്ട്. മുകളിൽ സൈഡിൽ നമ്മുടെ ആരാണ്? സൈഡിൽ നമ്മുടെ DRC പ്ലെയർ, DRC, DMR, പിന്നെ നമ്മുടെ എക്സ്ട്രീം. 3 ടീമുകൾ ഇവിടെയുണ്ട്. 3 ടീം എവിടെയാണുള്ളത്? നമുക്ക് ചുമ്മാ എന്തോ ഒരു പേരിലാണ്. സോ ചുമ്മയിൽ നമ്മുടെ പിള്ളേർ എല്ലാവരും ഉണ്ട്. പക്ഷേ പിള്ളേർ എന്താണ് ഫൈറ്റ് നിൽക്കുന്നില്ല. എല്ലാവരും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്രശ്നം വെച്ചാൽ എല്ലാവരും ചുമ്മാ TV പിടിക്കും. പക്ഷേ പുഷ്ടിങ് ഒക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇതെല്ലാം കാറ്റിൽ പ്രത്യേകം DRC ഡിഫോക്സ് അത് മുന്നേറുകയാണ്. പക്ഷേ സോണിലേക്ക് കയറാനുള്ള ശ്രമമായിരിക്കും. അവർ സോണിലേക്ക് കയറാനുള്ള ശ്രമമാണ്. പക്ഷേ മുകളിൽ നമ്മുടെ DMRൻ്റെ പിള്ളേരൊക്കെ നോക്കിയുന്നുണ്ട്. സ്പ്രേ ചെയ്താലുള്ള ശ്രമമാണ് ബാഡ് കിഡിൻ്റെ ശ്രമം. ബാഡ് കിഡ് പക്ഷേ DMRനെ കാണിച്ചിട്ടുണ്ട്. DMR ബ്രോസ് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് DMRൻ്റെ പ്ലെയർ കാണിക്കാൻ പറ്റിയില്ല. സോ നമുക്ക് നോക്കാം. DMR ബാഡ് കിഡ് സ്പ്രേ ചെയ്തിട്ടുള്ള ശ്രമം. പക്ഷേ താഴെ നമ്മുടെ DRC പിള്ളേരെല്ലാം അവിടെ നിന്ന് ഓടി നമ്മുടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ ആരുമില്ല, എല്ലാവരും താഴെയാണ്. പക്ഷേ താഴെ നിന്നും നല്ല ഹൈ ആംഗിളുള്ളതുകൊണ്ട് DMRൻ്റെ പിള്ളേർ അടിച്ചിട്ടോ ഇല്ല. നിക്കു വീണിട്ടുണ്ട്. നിക്കു മാത്രം മിനിറ്റുള്ളൂ. ബാക്കി VVKയും ബാഡ് കിഡും ട്രിക്സ്റ്ററും ഉണ്ട്. ബാക്കി ആരുമില്ല, എല്ലാവരും ജീവനോടെ തന്നെ ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഇനി ആകെ 11 ടീം 30 പേര് മാത്രമേ ഉള്ളൂ. 30 പേര് ഇനി. സോ ആ 30 പേരിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. നമ്മുടെ താഴെ നമ്മുടെ വേറെ ടോക്സിക് ബോയ് ഒക്കെ ഉണ്ട്. അതായത് തൊട്ടപ്പുറത്ത് ഡ്രോപ്പൊക്കെ വീഴുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അടിച്ചിടാൻ വേണ്ടിയാണ് നമ്മുടെ ബാഡ് കിഡ് നോക്കിയിരിക്കുന്നത്. ബാഡ് കിഡ് ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാതെ അവിടെ നിന്ന് ആരുമില്ല നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അപ്പുറത്ത് നിന്ന് ലോങ് റേഞ്ചിൽ നിന്ന് അടിയിടാൻ ചാൻസ് ഉണ്ട്. അത് ബാഡ് കിഡിന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിഫോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡിഫോക്സ് ഇവിടെ ഇരിക്കുന്നു. ഡിഫോക്സ് ചാടി ഓടുന്നു. മോനെ ഡിഫോക്സിന് അവിടെ നിന്ന് സ്പ്രേ ചെയ്തോ ഇല്ല. ബാഡ് കിഡ് കണ്ടില്ല. ബാഡ് കിഡ് സ്പ്രേ ഇതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ബാഡ് കിഡ് ആരും കണ്ടില്ല. പക്ഷേ തൊട്ടപ്പുറത്ത് എക്സ്ട്രീമിലുള്ള സൗണ്ടുകൾ കേട്ട് കാണും. അത് എക്സ്ട്രീമിൽ പിള്ളേർ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതേ സ്പോട്ട് ചെയ്തിരിക്കുന്ന മോനെ എക്സ്ട്രീമിലുള്ള ദാവൂദ് അവർ നെയ്ഡ് കുക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്ന മോനെ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ടോക്സിക് നേഷൻ ഇത് അവിടെ സണ്ണിനടി നെയ്ഡുകൾ വന്നു. പക്ഷേ നമ്മുടെ DRC ടർബോനൊക്കെ എടുക്കാൻ അവിടെ ദാവൂദ് കൊടുത്തിട്ടുണ്ട്. ദാവൂദ് ഇവിടെ റവ് എടുക്കാം. അപ്പോഴേക്കും എത്തിയിരിക്കുമ്പോൾ റവ് എടുക്കാൻ പിള്ളേരൊക്കെ ടോക്സിക് നേഷൻ്റെ പിള്ളേർ അവിടെ ഇരിക്കും. പക്ഷേ അടുത്ത നെയ്ഡുകളെല്ലാം തട്ടിത്തെറിച്ച് പോകുന്നു. എക്സ്ട്രീമിൻ്റെ പിള്ളേർ നെയ്ഡിൽ വീണുന്നു. അതുകൊണ്ട് പിക്കാച്ച് വീണുണ്ട്. പിക്കാച്ച് ഇവിടെ നൈസായിട്ട് വീണുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുപോലെ തന്നെ വീഴുന്നതോടൊപ്പം റവുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. റവുകൾ എടുക്കുന്നു വീഴുന്നു. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ DMR അങ്ങ് മുകളിൽ DMRൻ്റെ പിള്ളേർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. മോനെ അവിടെ നിന്ന് ഇതാരാണ്? നമ്മുടെ സേഫിന് അടിച്ചുള്ള ശ്രമമാണ്. സേഫ് നൈസായിട്ട് സേഫായിട്ട് നിൽക്കുന്നുണ്ട്. സേഫ് പക്ഷേ അതൊരു നേട് കുക്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നു. സേഫിൻ്റെ ഈ നേട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു സേഫ്. പക്ഷേ റവനൻ്റെ നമ്മുടെ BA പ്ലെയർ അടിച്ചിട്ടു. റവനൻ ലാസ്റ്റ് മാൻ ആയിരുന്നു. ആ നേടിലൊന്നും ഉണ്ടായില്ല. നേട് മുകളിൽ പോയി വീഴുകയുണ്ട്. പക്ഷേ ടർബോ അവിടെയുണ്ട്. പക്ഷേ എക്സ്ട്രീം പിക്കാച്ച് എന്താണ് ചെയ്യുന്നത്? പിക്കാച്ച് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ കോമഡി എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും സോണിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കുമില്ല. സോണിലാകെ TX ടോക്സിക് നാഷണൽ പിള്ളേർ മാത്രമാണ് സോണിലുള്ളത്. ബാക്കി ആരും സോണിലില്ല. സോ ഇവിടെ എന്ത് വേണ്ട എക്സ്ട്രീമിൻ്റെ പിള്ളേർ ഇവിടെ ചാടിയോടി സോണിലേക്ക് പോകുന്ന ശ്രമമാണ്. പക്ഷേ മുകളിൽ നമ്മുടെ DMRൻ്റെ പിള്ളേർ അടിച്ചിടില്ല കണ്ടറിയേണ്ടിയിരിക്കുന്നു. DMRൻ്റെ പിള്ളേർ അടിച്ചിട്ട് DRC പിള്ളേരും അത് നൈസായിട്ട് അവിടെ നോക്കുന്നുണ്ട്. DRC പിള്ളേർ അത് ഓടിപ്പോകുന്ന എക്സ്ട്രീമിൻ്റെ പിള്ളേർ ഓടിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓടിപ്പോവുകയാണ്. എന്താണ് ചെയ്യുന്നത്? പക്ഷേ അങ്ങ് ടോക്സിൻ്റെ പിള്ളേർ ചെറിയൊരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. ആരായിട്ടാണ് ഫൈറ്റ് എടുക്കുന്നത്? നമ്മുടെ അതേ ഹണ്ടർ ഓക്കിൻ്റെ പ്ലെയർ ആയിട്ട് ഫൈറ്റാണ്. ഓക്കിൻ്റെ പ്ലെയർ ഉണ്ട്. വൈപ്പറിൻ്റെ പ്ലെയർ ഉണ്ട്. മോനെ വൈപ്പറിൻ്റെ വൈപ്പറിൻ്റെ അത് റവൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇക്ക വീണിരിക്കുകയാണ്. ഇക്ക വീണു. പക്ഷേ ടോക്സിക് നേഷൻ പിള്ളേർ കാരണം നൈസായിട്ട് അടിച്ചിട്ടാണ് ശ്രമമാണ്. പക്ഷേ നെയ്ഡുകൾ വരുന്നു. ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിലാണ് മോനെ വൈപ്പർ ഫെയ്ത്ത്. ഇക്കെ റവ് എടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ വൈപ്പർ ഇപ്പോൾ തീരും. റവ് അടിച്ചില്ല. വൈപ്പർ തീരും. പക്ഷേ ടോക്സിക് നേഷൻ പിള്ളേർ പിന്നിൽ നിന്ന് വന്നിട്ട് അടിച്ചിരിക്കുന്നു. മോനെ ടോക്സിക് നേഷൻ ഇക്രുവിൻ്റെ. പക്ഷേ ഇക്രുമോനെ നൈസായിട്ട് പിള്ളേർ നമ്മുടെ പിള്ളേരോട് അടിച്ച് ഹണ്ടർ അടിച്ചിട്ടുണ്ട്. ഇക്രുമോൻ വേണ്ടി. പക്ഷേ ടോക്സിക് നേഷൻ്റെ എക്സ്കിൽ എന്ത് ചെയ്യും? എക്സ്കില്ലും വീണു. എക്സ്കിൽ വീണതല്ലേ. എക്സിൽ കിടന്നാണ് ചെയ്തത്. പക്ഷേ എക്സ്കിൽ തിരിച്ചു പോകുമ്പോൾ പിന്നിൽ നിന്ന് അടിച്ചിരിക്കുന്നു നമ്മുടെ ഓക്കിൻ്റെ പിള്ളേർ. പക്ഷേ എക്സ്കിൽ നൈസായിട്ട് ബുള്ളറ്റ് അടിക്കുന്നു. പക്ഷേ കില്ലുകൾ കൺഫേം ചെയ്യുന്ന ഓക്കിൻ്റെ പിള്ളേർ. പക്ഷേ മാനോ ചാടി വരുന്നു. മാനോ വരുന്നു. കിടന്നടിക്കാൻ ശ്രമമാണ്. പക്ഷേ എക്സ്കിൽ അവിടെ വീണിരിക്കുന്നു. പക്ഷേ വൈപ്പറിൻ്റെ പിള്ളേർ നൈസ്. പക്ഷേ ടോക്സിക് നേഷൻ വേനം തിരിച്ചടിക്കുന്നു.
പക്ഷേ മാനവ് അത് ഓക്കെ മാനവ് വീഴും. ഇപ്പോൾ സ്പാർക്കിൻ്റെ AKMയിൽ നമ്മുടെ മാനവ് വീഴുന്നുണ്ട്. പക്ഷേ ആ കില്ല് കൺഫേം ചെയ്യുന്നുണ്ട്. കില്ല് കൺഫേം ചെയ്യുന്ന ശ്രമമാണ്. സിംഗിൾ കില്ല് കൺഫേം വരുമ്പോൾ ഹണ്ടർ ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ തൊട്ടപ്പുറം നമ്മുടെ വൈപ്പറിൻ്റെ പിള്ളേരുടെ വൈപ്പർ ഇക്കോടെ അത് റവായിട്ടുണ്ട്. ഫെയ്ത്തോപ്പൊക്കെ എവിടെയാണ് ഫെയ്ത്തോപ്പി കൂടെയുണ്ട്. വൈപ്പർ മാനിയക്ക് നൈസായിട്ട് കയറിക്കൊണ്ട് മോനെ ഹണ്ടർ സ്പാർക്കിന് അടിച്ചിരിക്കുന്നു. ഹണ്ടർ വീണ്ടിരിക്കുന്നു. ഹണ്ടർ അതാ കില്ല് കൺഫേം ശ്രമമാണ്. ഹണ്ടർ നൈസായിട്ട് കില്ല് കൺഫേം ശ്രമമാണ്. പക്ഷേ കില്ല് കൺഫേം ആയിട്ട് എതിരിടും. സ്പാർക്ക് അപ്പോഴേക്കും മതിലിൻ്റെ പിന്നിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് വൈപ്പറിൻ്റെ പിള്ളേരെ വായിലേക്ക് അത് നമ്മുടെ ഹണ്ടർ കയറി പോകുന്നു. ഹണ്ടർ കയറി ചെന്ന് ഹണ്ടയോ അവനെ പിന്നിൽ നിന്ന് സ്പാർക്കിൻ്റെ കില്ല് നൈസായിട്ട് ബിയർ പിള്ളർ നൈസായിട്ട് കില്ലുകൾ അടിച്ചു വന്നത്. അത് നൈസായിട്ട് ഓടിപ്പോകുന്നു. വൈപ്പർ പിന്നെയും ഇടിക്കുന്നു. പക്ഷേ തിരിച്ച് നമ്മുടെ ഹണ്ടറിനെ പെട്ടിയാക്കി പിള്ളേർ അവിടെ ബിയർ പിള്ളർ നൈസായിട്ട് ടോക്സിനേഷൻ പിള്ളേർ എടുത്തിട്ട് ബിയർ പിള്ളർ ടോക്സിനേഷൻ പിള്ളേരെ അടിച്ച് പെട്ടിയാക്കി തീർത്തും തോന്നുന്നുണ്ട്. അതേ ഇവിടെ ആരും കാണുന്നില്ല. അതേ ടോക്സിനേഷൻ പിള്ളേർ വീണിട്ടുണ്ട്. ഇനി ആകെ 7 ടീമുകളുണ്ട്. അതേ ആരൊക്കെയാണുള്ളത്? ഇനി ടോക്സിനേഷൻ പ്ലെയർ ഫ്ലിൻറ്റിൻ്റെ പ്ലെയർ വൈപ്പറിൻ്റെ പ്ലെയർ DRC ഉണ്ട്, എക്സ്ട്രീം ഉണ്ട്, DMR ഉണ്ട്, BA ഉണ്ട്. സോ നമുക്ക് നോക്കാം ഈ 7 ടീമിൽ ആരാണ് എന്ത് ഡിന്നർ അടിക്കാൻ പോകുന്നത് കണ്ടിരും. ബ്രോ വൈപ്പർ എന്താ ചോദിക്കുന്നുണ്ട്. വൈപ്പർ ഓടിയുണ്ട്. വൈപ്പർ നോക്കുകൾ വീഴുകൊണ്ടിരിക്കുകയാണ്. വൈപ്പർ ഫെയ്ത്ത് ഇപ്പോൾ സോണിൽ വീണ്ടിരിക്കുന്നു. അങ്ങനെ വൈപ്പറിൻ്റെ പ്ലെയർ സോണിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരുണ്ട്? മാനിയാക്ക് മാത്രമുണ്ട്. മാനിയാക്കിനെ ആരെങ്കിലും അടിച്ചിരുന്ന് കണ്ടിരിക്കും. എക്സ്ട്രീമിൻ്റെ പ്ലെയർ അവിടെ അടിച്ചിരുന്നുണ്ട്. സോ അങ്ങോട്ട് പോകാം. എക്സ്ട്രീമിൻ്റെ പ്ലെയർ നൈസായിട്ട് DMRൻ്റെ പ്ലെയറും എക്സ്ട്രീമിൻ്റെ പ്ലെയർ ചെറിയ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഫ്ലിൻറ്റ് ഇവിടെ ഒരു മൂവിൽ നടിക്കുന്നു. പക്ഷേ ഫ്ലിൻറ്റിന് അറിയില്ല. തൊട്ടി പിന്നിൽ നമ്മുടെ DMRൻ്റെ പിള്ളേർ ഫ്ലിൻറ്റിന് വന്ന് കയറിയടിക്കുന്നു. പക്ഷേ ഫ്ലിൻറ്റിൻ്റെ ഡെക്സ്റ്ററിന് അടികൾ വരുന്നുണ്ട്. എവിടെയാണ് അടി? ആരാണ് വീഴുന്നത്? ആരൊക്കെ എവിടേക്ക് വീഴുന്നുണ്ട്? പക്ഷേ അത് എവിടെയാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എക്സ്ട്രീമിൻ്റെ പിള്ളേർ താഴെയാണ്. പക്ഷേ ഫ്ലിൻറ്റ് ഡെക്സ്റ്ററോട് ഒറ്റയ്ക്കാണ്. ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ എന്ത് ചെയ്യുമ്പോൾ ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ നൈസായിട്ട് ഇത് വലിയുന്നുണ്ട്. എക്സ്ട്രീമിൻ്റെ പിള്ളേർ ആരൊക്കെ നോക്കിയിട്ടുണ്ട്. അത് എക്സ്ട്രീമിൻ്റെ പിള്ളേർ ഇവിടെ നൈസായിട്ട് എക്സ്ട്രീമിന് അടി വരുന്ന മക്കളെ. എക്സ്ട്രീമിന് നമ്മുടെ DMR ട്രിക്സ്റ്റർ മോളിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. ആ കില്ലത് കൺഫേം ചെയ്യുന്നു. 1 by 1 ആയിട്ട് ബുള്ളറ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് സേഫ് വരുന്നുണ്ട്. പക്ഷേ സേഫിനെ അടിച്ചിടുമോ? സേഫ് വീണിരിക്കുന്നു. അങ്ങനെ സേഫ് വീണുകൊണ്ട് ഇനി പിക്കാച്ചിന് എന്ത് ചെയ്യും? പിക്കാച്ചു നൈസായിട്ട് അടിക്കാൻ നോക്കി. പിക്കാച്ചും വീണു. ഇനി ആരാണ് അഭിജിത്ത് അല്ലേ? അഭിത്തിന് എന്ത് ചെയ്യും? അഭിത്തിന് അടിക്കുന്നു. അഭിത്ത് ബാഡ് കിഡ് വീണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ അഭിത്തിന് അടിച്ചിടും. അങ്ങനെ എക്സ്ട്രീമിൻ്റെ പിള്ളേർ വീണിട്ടുണ്ട്. ഇവിടെ നൈസ് ടോക്സിൻ്റെ പിള്ളേർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ വണ്ടിയൊക്കെ പുകച്ചിട്ടുണ്ട്. 4 ടയറുമില്ലാതെ അവരെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ താഴെ നമ്മുടെ ബിയർ പിള്ളർ മുകളിലേക്ക് പോകുന്ന അവിടെ 3 ബഗ്ഗി കയറി വന്ന് എടുക്കുന്നുണ്ട്. ബഗ്ഗിലൊന്നുമില്ല. DMRൻ്റെ റവ്വുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. DMR 2 പേർ റവ്വാണ്. ട്രിക്സ്റ്റർ എന്തുകൊണ്ട് ചെയ്യാം? അത് വണ്ടികൾ പൊട്ടിത്തെറിപ്പിക്കുന്നു നമ്മുടെ ടോക്സിൻ പ്ലെയർ. പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ് ആർക്കുമില്ല. സോണിലാകെ ബിയർ പ്ലെയർ നൈസായിട്ട് സോണിൽ കയറി ഷേഷോടെ റിഡ്ജ് വന്ന് കിടക്കണം. റിഡ്ജിൽ വന്ന് ടോക്സിൻ പ്ലെയർ. പക്ഷേ നമ്മുടെ മുകളിൽ ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ എന്ത് ചെയ്യും? ഡെക്സ്റ്റർ നൈസായിട്ട് ഒരു നേട് കുക്ക് ചെയ്തിട്ടുണ്ട്. ട്രിക്സ്റ്റർ ഈ നേട് തുറന്ന് പറഞ്ഞാൽ ട്രിക്സ്റ്ററിൻ്റെ പിള്ളേർ നൈസായിട്ട് കൊടുക്കുന്നുണ്ട്. ഈവിൾ സാർ ഇതിലില്ല. അത് മോനെ ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ നൈസായിട്ട് നേടി വീണും കിടുക്കച്ച് നേടുന്നു. ഡെക്സ്റ്റർ ആ കില്ല് പോയി കൺഫേം ചെയ്യുന്ന ശ്രമമാണ്. കില്ല് കൺഫേം തന്നെ BA. പക്ഷേ സോണിൽ വീണ്ടും ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ വേണ്ടിയിരിക്കുന്നു. മോനെ ആ കില്ല് കൺഫേം ചെയ്തു. ഫ്ലിൻറ്റ് ഡെക്സ്റ്റർ അവിടെ പൊരുത്തി വേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ടോക്സിക്കിൻ്റെ പിള്ളേർക്ക് നൈസായിട്ട് നമ്മുടെ BA പിള്ളേർ നൈസായിട്ട് ഇത് നേടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് നമ്മുടെ DMRൻ്റെ പിള്ളേർ DMR ബാഡ് കിഡ് ഒറ്റയ്ക്ക് പൊരുത്തുകയാണ്. DMR എന്ത് ചെയ്യും കണ്ടറിയാം. BA പിള്ളേർ നൈസായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. BA പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ ആരുമില്ല. ബാഡ് കിഡ് എന്താണ് തിരിഞ്ഞിരിക്കുന്നത്? എന്താ എൻ്റെ പിൻഭാഗമാണ് കാണിക്കുന്നത്. അത് നേടുകൾ വേറി മോനെ ടോക്സിക്കിന് നൈസായിട്ട് നേടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വീഴുന്നില്ല. സ്മോക്കുകൾ എറിയുന്നു. പക്ഷേ നമ്മുടെ BA പിള്ളേരാണ് നൈസായിട്ട് സോണിലുള്ളത്. ബാക്കി ആർക്കും സോണിൻ്റെ ആയിട്ടില്ല. പക്ഷേ ഈ ആയിട്ട് ഒരു BA പിള്ളേർ നൈസായിട്ട് എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് അവർക്ക് ഇന്ന് ഡിന്നർ അടിക്കാം. അതോ 1 versus ഇനി ആരൊക്കെയുണ്ട്? വേറെ ആരെങ്കിലും ഉണ്ടോ? 1 അല്ല, ഇവിടെ 2 പേരുണ്ട്. ആരാണ് നമ്മുടെ ടോക്സ്? ബാഡ് ബോയ് ലൂച്ച് എവിടെയുണ്ട്? പിന്നെ ആരൊക്കെയുണ്ട്? ബാഡ് ബോയ് നൈസായിട്ട് റിഡ്ജിൻ്റെ സൈഡിൽ പോയി പിടിക്കുകയാണ്. അത് അടുത്തടി മോനെ DMR ഒറ്റയ്ക്ക് അടിക്കാൻ ശ്രമം. പക്ഷേ DMR നമ്മുടെ റെഡ്മാൻ അപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടോക്സ് ലൂച്ച എന്താണ് എന്തോ ചെയ്യുന്നുണ്ട്. പക്ഷേ ലൂച്ച നൈസായിട്ട് അടിക്കാൻ. പക്ഷേ ബാഡ് ബോയ് വേണ്ടിട്ടുണ്ട്. ബാഡ് ബോയിനെ BA പിള്ളേർ നൈസായിട്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അതിനി അവർക്കറിയാം ഒരാൾ മാത്രം ബാക്കിയുള്ള ഒരാൾ എന്ത് ചെയ്യും? ലൂച്ച എന്ത് ചെയ്യും? അടിച്ചടി മോനെ അവിടെ 1 versus 4 ആണ്. 1 versus 2 പേരോട് വീണ്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തടി പക്ഷേ സൈഡിൽ നിന്ന് അടിയിട്ട് വീണിരിക്കുന്നു. മോനെ ലൂച്ച നൈസായിട്ട് വീണിട്ടുണ്ട്. സോ ഇന്നത്തെ ഡിന്നർ കൊണ്ടേയിരിക്കും നമ്മുടെ വേറെ ആരുമല്ല BA പിള്ളേരാണ്. BA പിള്ളേർ നൈസായിട്ട് ഡിന്നർ കൊണ്ട്. സെക്കൻഡ് നമ്മുടെ ടോക്സിക്കിൻ്റെ പിള്ളേരാണ്. ടോക്സിൻ്റെ പിള്ളേർ പിള്ളേർ 3 ഉണ്ട്. 4 നമ്മുടെ ഫ്ലിൻറ്റിൻ്റെ പിള്ളേർ നൈസായിട്ട് 4th അടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആരാണ്? നമ്മുടെ എക്സ്ട്രീം പിള്ളേർ 5ാം സ്ഥാനത്തുണ്ട്. 6 നമ്മുടെ DRCൻ്റെ 7 നമ്മുടെ വൈപ്പറുണ്ട്. ഹണ്ടറും പിള്ളേരും ഓക്കേൻ്റെ പിള്ളേർ 8ാം സ്ഥാനത്തുണ്ട്. 9ൽ നമ്മുടെ ടോക്സിനേഷൻ്റെ പിള്ളേരാണ്. 10ൽ നമ്മുടെ ആരാണ്? ഇസഡാറിൻ്റെ പിള്ളേരുണ്ട്. 11ൽ നമ്മുടെ ജോക്കർ OPയുടെ പിള്ളേരാണ്. അതുപോലെ തന്നെ 12ൽ നമ്മുടെ HGRൻ്റെ പിള്ളേർ അവിടെയുണ്ട്. 13ൽ KCXൻ്റെ പിള്ളേരാണ്. 14ൽ നമ്മുടെ ADCയുടെ പിള്ളേരുണ്ട്. 15ൽ നമ്മുടെ ഈ ലൂസിഡെക്സിൻ്റെ പിള്ളേരാണ്. ഇൻഫ്ലുക്സിൻ്റെ പിള്ളേർ 16ലുണ്ട്.
17 നമ്മുടെ ക്ലച്ച് ബോയ് ഏരിയ 1500 പ്ലെയറാണ്. അവരാരും 17 നമ്മുടെ 800 പ്ലെയറാണ്. 19 നമ്മുടെ ഈ F2Fനോടാണ്. 20 നമ്മുടെ ആദ്യമേ വൈപ്പായി നമ്മുടെ സ്വന്തം വോൾഫ്സിൻ്റെ പ്ലെയറാണ്. സോ ഇന്നത്തെ സ്ട്രീമിംഗ് കൂടെ നിർത്തിയാണ്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അല്ല, എനിക്ക് അടുത്തൊരു സ്ട്രീമിംഗ് ഉണ്ട്. നമ്മുടെ ടിപ്പെക്സിൻ്റെ സ്ട്രീമുണ്ട്. ടിപ്പെക്സ് സ്ട്രീം 9:8:45 8:55 നമ്മുടെ ടിപ്പെക്സിൻ്റെ സ്ട്രീമിംഗ് ഉണ്ട്. സോ അതിന് കാണാം. സോ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ എല്ലാവർക്കും ബൈ.